ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് 3 കഴിക്കും. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. ഞാൻ കൃഷ്ണേന്ദു. അപ്പോൾ കൃഷ്ണേന്ദു, ഇന്ന് നിരവധി വാർത്തകളുണ്ട്. നമുക്കൊരു ഒരു വീക്ക് തുടങ്ങുകയാണ്, ഒരാഴ്ച തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കോഫിയൊക്കെ ആയിട്ട് നമ്മുടെ ടിവിയുടെ മുമ്പിൽ ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസവും നല്ല ആഴ്ചയും ആശംസിക്കുകയാണ്. രാവിലെ അലാം ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഓൺ എയർ കയറുമ്പോൾ ഞാൻ ഓൺ എയർ കയറാനുള്ള സമയമാണ് അലാം വെച്ചിരിക്കുന്നതെന്ന് കൃഷ്ണേന്ദു. അപ്പൊ നമ്മൾ എന്തായാലും ആ അലാമിലൂടെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ കൃഷ്ണേന്ദു, നമുക്കിപ്പോൾ ഒരു ആശങ്കയുള്ള വാർത്തയാണ് നമുക്ക് ആദ്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. വയനാട്ടിലെ ചെമ്പ്രമലയിൽ പലയിടത്തും വാർത്തയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ചെറുതായി നമുക്ക് എല്ലാ വാർത്തകളുടെയും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരെ അറിയിക്കണം. ഒന്ന്, ഇന്ന് നമ്മുടെ വയനാട്ടിൽ തെരച്ചിൽ ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 3 ആഴ്ചയായിട്ട് തെരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 120ഓളം പേര് ഇനിയും കണ്ടെത്താനുണ്ട്. 120ഓളം പേരെ കണ്ടെത്താനുണ്ടെന്ന് പറയുമ്പോൾ ഈ DNA പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ കണക്ക് വരുമ്പോഴേക്കും അതിനകത്ത് കുറവ് വരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ കാരണം ആരെയും തിരിച്ചറിയാൻ ഇതുവരെ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അപ്പൊ ആ കണക്ക് അവിടെ കുറയുമെന്ന് വിചാരിക്കാമെങ്കിൽ നഷ്ടം തന്നെയാണല്ലേ കൃഷ്ണൻ? അവിടെ ഉള്ള ആളുകൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോരോ പുതിയ അതായത് പുതിയ കഥകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. ആ തെരച്ചിൽ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്കിന്റെ കാര്യമാണ്. അവിടെയുള്ള നിരവധി ആളുകൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇന്ന് ബാങ്ക് സമിതി യോഗം ചേരുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുമോ, അവരുടെ ബാക്കിയുള്ള ഇത് എഴുതിത്തള്ളുമോ എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ നമ്മൾ അതിൽ വെക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട്. ഒപ്പം ഷിരൂരിലെ നമ്മൾ അർജുനായിട്ടുള്ള തെരച്ചിൽ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മാസം പിന്നിടുകയാണ് അർജുനായിട്ടുള്ള തെരച്ചിൽ. അപ്പൊ ഈശ്വർ മൽപെ ഇന്ന് ബംഗളൂരുവിൽ യോഗം ചേരുന്നുണ്ട്. എങ്ങനെയാണ് തെരച്ചിൽ നടത്തണം, ഡ്രഡ്ജർ കൊണ്ടുവരാൻ സാധിക്കുമോ, ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത്. അപ്പൊ അത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള യോഗം ഒരു വശത്ത് നടക്കുന്നു. അതേസമയം ഈശ്വർ മൽപെ നമുക്ക് വലിയൊരു ഹീറോ ആണ് അല്ലേ. ഈശ്വർ മൽപെ ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അനുകൂലമായ സാഹചര്യം ഇല്ല, ഇപ്പൊ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അവിടെ തുടരുന്നില്ല. അതേസമയം തുടരാൻ സാധ്യതയുണ്ടോ എന്ന് യോഗം നടക്കുന്നു. മൽപെ അർജുന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കോഴിക്കോട് അർജുന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കണ്ണാടിക്കൽ എത്തി അർജുന്റെ അമ്മയെ കാണുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി ഇടും. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം. വായിച്ചോളൂ. വയനാട്ടിലെ ചെമ്പ്രമലയിൽ പലയിടത്തും വൻതോതിൽ വിള്ളൽ. സ്വകാര്യ തേയില എസ്റ്റേറ്റിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. മലയടിവാരത്തെ 200-ലധികം കുടുംബങ്ങളാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത്. അതാണ് ചെമ്പ്രമലയിൽ വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. വലിയൊരു ദുരന്തം നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അതിന് പിന്നാലെ ഇത്തരത്തിലൊരു വിള്ളൽ എന്ന വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ചെമ്പ്രമലയിലെ സ്വകാര്യ ടീ എസ്റ്റേറ്റിലാണ് പലയിടത്തും വലിയ തോതിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ പ്രദേശം വിണ്ടുകീറി വെള്ളമൊഴുകുന്നുണ്ട്. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസങ്ങളിലാണ് ചെമ്പ്രമലയിലും വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായത്. മലയടിവാരത്ത് 216 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. കടുത്ത ഭീഷണി നേരിടുന്ന കുറച്ചു കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മഴ ശക്തമായാൽ ഉരുൾപൊട്ടലുണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലം വരുന്ന സമയത്ത് ഞങ്ങളൊരു വളരെയധികം ഭീതിയിലാണ് ഇവിടെ താമസിക്കുന്ന ഏകദേശം ഒരു 216-217 കുടുംബങ്ങൾ താമസിക്കുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് എന്നുള്ളൊരു ഭീതി ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ താമസിക്കുന്ന 216 കുടുംബങ്ങൾ ക്യാമ്പിൽ നിന്ന് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒപ്പുശേഖരണം നടത്തി കളക്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദമായൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവരിവിടെ ജനവാസയോഗ്യമാണോ എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂ ഇല്ലെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 22 പിന്നെ താഴെ 22 ഇവര് മേലെ 22. ഇവരെ അവിടുന്ന് വന്നാൽ ഞങ്ങൾ അവിടേക്കാണ് ആ വെള്ളം എല്ലാം വരിക. പിന്നെ ഞങ്ങൾ ആ ഭാഗം കുറച്ച് ഇടിഞ്ഞു പോലെ നിൽക്കുന്നുണ്ട്. ആ കുണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റൂല. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ക്യാമ്പിലല്ല, എൻ്റെ മോളെ വീട്ടിൽ ഞങ്ങൾ പോയി താമസിച്ചത്. ഇന്നലെയാണ് ഇങ്ങോട്ട് പണിക്ക് വരാൻ പറഞ്ഞിട്ട് പണിക്ക് വന്നതാണ്. ഞങ്ങളെങ്ങനെ അവിടെ താമസിക്കുക, ഇവരും അതേപോലെ തന്നെ. ഇവരെ മോൻ്റെ ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞു പോയിക്കണേ.
സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പ്രമലയിൽ 1962 വൻ ഉരുൾപൊട്ടലിൽ 4 എസ്റ്റേറ്റ് ലയങ്ങളാണ് മണ്ണിനടിയിലായി പോയത്. നിരവധി പേരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടിയിരുന്നില്ല. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയടിവാരത്ത് ജനസാന്ദ്രത വർദ്ധിച്ചിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ വരുന്ന പ്രദേശമാണ് ഇതും. സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്ന് മണ്ണിടിഞ്ഞു താഴുന്ന കുന്നമംഗലം വയൽ ചെമ്പ്രമലയടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടു മുകളിലുള്ള പ്രദേശത്താണ് വലിയ തോതിൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളാരെയും ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പ്രകൃതിയുടെ ചില മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കരുത്. 1962 ചെമ്പ്ര ദുരന്തം മറക്കരുത്. കാരണം അന്ന് നിരവധി ജീവനുകൾ പൊലിഞ്ഞതാണ്. നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ ഒരു കാരണവശാലും ഇതിനു നേരെ കണ്ണടയ്ക്കരുത്. വയനാട്ടിലെ ചെമ്പ്രമലയിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വിനേഷ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വിനേഷ് പറഞ്ഞ P2Cയിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ആരെയും ഭീതിപ്പെടുത്താനല്ല, പക്ഷേ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം മാധ്യമം എന്ന നിലയിൽ നമുക്കുണ്ട്. വിനേഷ്, എത്രത്തോളം ആശങ്കയുണ്ട് ചെമ്പ്രമലയെ സംബന്ധിച്ചിടത്തോളം? അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ ചെമ്പ്രമലയും മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണ് വരുന്നത്. അതായത് ചൂരൽമലയും പുത്തുമലയും അതുപോലെ തന്നെ ഈ വെള്ളാർമലയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലും എത്രയോ വലുതാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെമ്പ്രമല. നമുക്കറിയാം, ചെമ്പ്രമലയിലേക്ക് വലിയ വിനോദസഞ്ചാരികളെല്ലാം കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. വിനോദസഞ്ചാരികളൊക്കെ ധാരാളം പോകുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇത് ആദ്യമായിട്ടല്ല ഇവിടെ ഇത്തരത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. മുമ്പും പലപ്പോഴായിട്ട് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായ ഒരു അന്വേഷണമോ ജിയോളജിയുടെ പരിശോധനയോ ഇതിൽ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത്. കാരണം ഇത് ചെറിയൊരു വിള്ളൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു വിണ്ട് കീറിയ ശേഷം ഒരു ചെറിയ ചാല് പോലെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ വെള്ളം കുത്തി ഒഴുകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു പലയിടങ്ങളിലും വിള്ളലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ഈ ചൂരൽമലയിൽ ദുരന്തമുണ്ടായ, പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ ആ ഒരു കാലയളവിലാണ്. അവിടെയെല്ലാം പല ഭാഗത്തും പുല്ലുകൾ മുളച്ചുകൊണ്ട് നമുക്ക് ആ കൃത്യമായ ആ വിള്ളൽ കാണാൻ കഴിയുന്നില്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പൊട്ടി ചാല് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തായി ഇടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ അശ്വതി, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ മുമ്പ് പഠനം നടന്നതാണ്. അതായത് സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസ് പഠനം നടത്തിയ ഒരു പ്രദേശം കൂടിയാണിത്. കാരണം ഈ കുന്നമംഗലം വയൽ എന്ന് പറയുന്നത് ഈ ചെമ്പ്രമലയുടെ അടിവാരത്തുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള പ്രദേശത്ത് മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതായത് കിണറും മറ്റുള്ള വീട് പോലും ഒരു ഭാഗം ചെരിഞ്ഞ് താഴോട്ട് പോയി. ഇവിടെ താമസയോഗ്യമല്ല എന്ന് അന്ന് സെസ്സിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 2010 സെസ് സംഘം ഇവിടെ വന്ന് കൃത്യമായുള്ള പഠനങ്ങൾ നടത്തിയത്. ഇതിന് തൊട്ടു മുകളിലുള്ളൊരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ചെമ്പ്രമലയിലെ പല സ്ഥലങ്ങളുമുണ്ട്. ഈ വാഗമരക്കാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അബ്ദുൾ വഹാബ് MP ഉടമസ്ഥതയിലുള്ള ഫാത്തിമ എസ്റ്റേറ്റാണിത്. ഈ എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലുള്ള വിള്ളലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസം ഉള്ള സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്ത സാധ്യത തന്നെയാണ് യഥാർത്ഥത്തിൽ. ആ ഒരു ആശങ്ക ആളുകൾക്കുണ്ട്, പ്രദേശവാസികൾക്കുണ്ട്. ഇവരെ കൃത്യമായി തന്നെ ഇവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള നിവേദനത്തിൽ ജില്ലാ ഭരണകൂടത്തിന് നിവേദനം നൽകിയിട്ടുള്ളത്. അതായത് മഴക്കാലങ്ങളിൽ ഇവിടെ താമസയോഗ്യമല്ല, താമസിക്കാൻ തീരെ കൊള്ളില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇവിടെയും ഇപ്പോൾ പുത്തുമലയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം ഉള്ള പോലെ എസ്റ്റേറ്റ് ലയങ്ങൾ ഇവിടെയും ധാരാളമുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എസ്റ്റേറ്റ് ലയങ്ങളിലുള്ളവരെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിള്ളലുണ്ടായ സ്ഥലത്തും എസ്റ്റേറ്റ് ലയങ്ങളെല്ലാം തന്നെയുണ്ട്. മാത്രമല്ല 216 കുടുംബങ്ങളാണ് താഴെയുള്ളത്. പൂർണ്ണമായി എല്ലാവരും ഒന്നും അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ശക്തമായ മഴയുണ്ടായ ആ 30-ാം തീയതിയും അതിനുശേഷവുമാണ് ഇവിടെയും വലിയ തോതിൽ വിള്ളലുണ്ടാവുകയും ഈ കലങ്ങിയ വെള്ളം കുത്തിയൊലിച്ച് വരികയും ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് ആശങ്കയുണ്ടായി. അങ്ങനെയാണ് ആളുകൾ ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളത്. എന്തായാലും ജിയോളജി കൃത്യമായ ഒരു പഠനം ഇവിടെ നടത്തേണ്ടതുണ്ട്. കാരണം അത്രയും ചെങ്കുത്തായ മലനിരകളാണ്. ഇവിടെ ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ മേപ്പാടി ടൗണിലേക്ക് പോലും അതിൻ്റെ ഒരു പ്രത്യാഘാതം അവിടെ മേപ്പാടി ടൗണിന് പോലും ഏൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അധികാരികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം. കൃത്യമായ പഠനങ്ങൾ നടക്കണം. അവിടെ വാസയോഗ്യമല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ മറ്റ് സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് സർക്കാർ തിരിയേണ്ടത് അനിവാര്യമാണ്. അശ്വതി. ദിനേശ് കൃഷ്ണേന്ദുവാണ്
വിനീഷ്, 200-ലധികം കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ താൽക്കാലികമായ എന്തെങ്കിലും മുൻകരുതലുകൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ അധികാരികൾ തേയില എസ്റ്റേറ്റ് ഓണേഴ്സിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? കൃഷ്ണേന്ദു, ഇതിനകത്ത് നമുക്ക് ഈ പ്രകൃതിയുടെ ഒരു തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രകൃതി ദുരന്തം സംബന്ധിച്ച് നമുക്ക് കൃത്യമായി ഒരു പ്രവചനങ്ങൾ നടത്താൻ കഴിയുമെങ്കിലും അത് എപ്പോൾ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. കാരണം അവിടെ നിന്ന് അതിനെ നമുക്ക് ഒരു കാലത്തും പ്രകൃതി ദുരന്തത്തെ മാത്രം നമുക്ക് ഒരു കാലത്തും പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് മാറി നടക്കുക, അതിനുള്ളൊരു സാഹചര്യം ഒരുക്കാതിരിക്കുക, അതിനുള്ള കാരണം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഈ ചെമ്പ്രമലയിൽ അങ്ങനെ വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ ക്വാറി പ്രവർത്തിക്കുകയും ഒന്നും ചെയ്യാത്ത സ്ഥലമാണ്. ഒരുപക്ഷെ അങ്ങനെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെ വലിയ ദുരന്തം ഇവിടെയും ഉണ്ടാവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. എന്തായാലും സെസ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്രയും ചെങ്കുത്തായ മലനിരകളാണ് ഇവിടുത്തെ താഴ്വാരത്തിലെ ആളുകൾ താമസിക്കുന്നത് താമസയോഗ്യമല്ല എന്ന് തന്നെയാണ് അവർ അന്ന് അത് സംബന്ധിച്ച് ഈ കുന്നമംഗലം വയലിലെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആളുകൾക്ക് ഇത് കൃത്യമായി അറിയാം. ഈ പ്രദേശത്ത് താമസിക്കുന്ന എത്രയോ വർഷങ്ങളായി പ്രദേശത്ത് എസ്റ്റേറ്റ് ലയങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകളാണ്. സ്വകാര്യ എസ്റ്റേറ്റിലാണ് വിള്ളലെങ്കിലും എസ്റ്റേറ്റിന് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ അവിടെ വലിയ തോതിൽ തന്നെ ഇതുപോലെ വിള്ളലുണ്ടാവുകയും ഇടിഞ്ഞു പോവുകയും ചെയ്തൊരു സ്ഥലം കൂടി നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മലമുകളിലാണ് ഇതെല്ലാം ഉള്ളത്. ഈ ഭാഗങ്ങൾ തേയിലത്തോട്ടം ഇല്ലാത്ത ഭാഗങ്ങളിൽ ഒരു വാഗമരക്കാടുകളുണ്ട്. ആ വാഗമരം അന്ന് വ്യാപകമായി വെച്ച് പിടിപ്പിച്ചത് ഈ മണ്ണൊലിപ്പ് തടയുന്നതിനും ഇടിച്ചിൽ തടയുന്നതിനും വേണ്ടിയാണ്. അതും പലപ്പോഴും വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാലത്ത് വലിയ തോതിൽ തന്നെ മരമുറി നടന്നൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് മരമുറി നടന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ മണ്ണൊലിപ്പും അതുപോലെ തന്നെ വിണ്ട് കയറുന്ന പ്രതിഭാസം വർദ്ധിച്ചിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞു. എന്തായാലും ആളുകൾ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇവിടെ ആളുകളെ ശാശ്വതമായി, അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ആളുകളെ മാറ്റുക, എസ്റ്റേറ്റ് ലയങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക. കാരണം വേനൽക്കാലത്ത് ഇവിടെ താമസിക്കുകയും മഴക്കാലത്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചോളം വലിയ ദുരിതമാണ്. അവർക്ക് കൃത്യമായി തന്നെ ഒരു സ്ഥലത്ത് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ. മറ്റൊന്ന്, ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ തോട്ടമേഖലയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചൂരൽമലയിലും അതുപോലെ തന്നെ പുത്തുമലയിലൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ യഥാർത്ഥത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്ര ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നമുക്ക് ഈ വാർഡുകളിലുള്ള ആളുകളുടെ കണക്കുകളും പഞ്ചായത്തിൽ കൃത്യമായും കുടുംബങ്ങളുടെ വീട് നമ്പറും എല്ലാം നോക്കി ആ കുടുംബത്തിലെ അംഗങ്ങളുടെ കണക്കെടുത്തിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ പുറത്തു വരുന്ന കണക്കുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കിൽ ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ എസ്റ്റേറ്റിലും ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത് വലിയ അപകട സാധ്യത. ചെമ്പ്രമലയെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണല്ലോ, ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന സ്ഥലം കൂടിയാണ്. നമുക്ക് ഇതിന്റെ ഒരു ഭൂപ്രകൃതി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചൂരൽമലയിൽ നിന്നും നേരത്തെ ദുരന്തം ഉണ്ടായ സ്ഥലത്തു നിന്നും ഒക്കെ എത്ര ദൂരമാണ് ഈ ചെമ്പ്രമല ഉള്ളത് എന്നുള്ളതാണ് ഏകദേശം. അശ്വതി, മേപ്പാടി ടൗണിൽ നിന്ന് നമ്മൾ ഊട്ടി റോഡിൽ നിന്ന് വലതുഭാഗത്തുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ് പുത്തുമല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂരൽമല. ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്ത് അരമണിക്കൂറും 40 മിനിറ്റിനും ഉള്ളിൽ നമുക്ക് ചൂരൽമല എത്താൻ കഴിയും. അവിടെ നിന്ന് വീണ്ടും ഒരു 15 മിനിറ്റ് 20 മിനിറ്റിലധികം ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ മുണ്ടക്കയിലെത്താൻ കഴിയും. ഇതേ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ മേപ്പാടി പഞ്ചായത്തിലെ മുസ്ലിം പള്ളിയുടെ അവിടെ നിന്ന്, അതായത് ഈ ചൂരൽമല റോഡ് എത്തുന്നതിൻ്റെ മുമ്പ് വലതുഭാഗത്തേക്കുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ചെമ്പ്രമലയാണ്. അവിടെ നിന്ന് ഏകദേശം ഞങ്ങൾ പോയ സ്ഥലം, അതായത് ഈ മലയുടെ തൊട്ട് മുകളിൽ എത്തുന്നത് വരെയുള്ള സ്ഥലം ഏകദേശം നമ്മളൊരു 40 മിനിറ്റോളം ഇവിടേക്കും സഞ്ചരിക്കേണ്ടി വരും. ഇത്ര അടുത്ത് തന്നെയാണ്. കാരണം ഈ വയനാട് ഇതിൻ്റെ നേരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, നേരെ എതിർഭാഗത്ത് നിൽക്കുന്നത് മണിക്കുന്ന് മലയാണ്. ഈ മണിക്കുന്ന് മലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ വലിയ തോതിൽ മഴയുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നും അതിൻ്റെ അടിവാരങ്ങളിലുള്ള ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുറ്റും മലകളുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ളത് മേപ്പാടി മേഖലയിൽ തന്നെയാണ്. മേപ്പാടി പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ്. ഈ മേപ്പാടിയിലും വൈത്തിരി താലൂക്കിലും വരുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മലനിരകളുള്ളത്. ഇത് വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്ഥിരമായി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നതാണ്. ഇവിടെ വനം വകുപ്പിൻ്റെ വനസംരക്ഷണ സമിതി ആണ് ഇവിടുന്ന് കൃത്യമായി ടിക്കറ്റ് വാങ്ങി മുകളിലേക്ക് കടത്തിവിടുന്നത്. അവിടുന്ന് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഹൃദയ തടാകമുണ്ട്. അവിടെ കാണാൻ വേണ്ടിയാണ് വ്യാപകമായി ഇങ്ങോട്ട് വിനോദസഞ്ചാരികൾ എത്തുന്നത്. പക്ഷേ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ മഴ ശക്തമായ സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങോട്ട് പ്രവേശനം തൽക്കാലത്തേക്ക് നിഷേധിച്ചതുകൊണ്ട് മാത്രമാണ് ആളുകൾ ഇങ്ങോട്ട് എത്താത്തത്. ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ മാത്രമാണ് ഈ പ്രദേശത്തുള്ളത്. എന്തായാലും അവരുടെ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളും ഏറ്റവും സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ മനുഷ്യന്മാരും ജീവിക്കുന്ന ഒരു സ്ഥലമാണ്.
ഈ മലയടിവാരം അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളുകളല്ല, തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളാണ് കൂടുതലും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പഠനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഇതിൻ്റെ പ്രത്യാഘാതത്തിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഈ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി നമുക്കറിയാം, ചൂരൽമലയിലൊക്കെ കണ്ട് അവർക്ക് ശരിക്കും യഥാർത്ഥത്തിൽ അവർ ആ ഒരു ഭീതി അവർക്കുണ്ട്. അപ്പോൾ അവരെ ഒരു ഭീതിപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ, ഇങ്ങനെ ഭൂമി വിണ്ട് കീറുകയും അതുപോലെ തന്നെ അതൊരു ചാലായി വെള്ളം കലക്ക് വെള്ളം കുത്തിയൊലിച്ച് കലങ്ങിയ വെള്ളം കുത്തിയൊലിച്ച് വരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊരു ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതും കൂടിയാണ്. ഒരുപക്ഷേ ഈ ഒരു ദിവസം 300-400 മില്ലിമീറ്റർ മഴയെല്ലാം പെയ്യുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഒരുപക്ഷേ ഈ ചെമ്പ്രമലയിൽ അത്ര മഴ ലഭിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഉണ്ടാവുമായിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെയും ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉള്ള സ്ഥലം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ വിദഗ്ധരും പറയുന്നത്. എന്തായാലും ജിയോളജി കൃത്യമായി തന്നെ ഇവിടെ പഠനം നടത്തുകയും ആളുകൾ ഇവിടെ താമസയോഗ്യമാണോ എന്ന് കൃത്യമായി, അന്ന് സെസ് താമസയോഗ്യമല്ല എന്ന് പറഞ്ഞ സ്ഥലം കൂടിയാണ്. അവിടെ വീണ്ടും ഇത് കൃത്യമായൊരു പഠനം നടത്താൻ നമ്മളെ ജിയോളജി വിഭാഗം തയ്യാറാവണം. ഒപ്പം തന്നെ ആളുകളെ പെട്ടെന്ന് തന്നെ ഈ ചൂരൽമലയ്ക്കൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളെയും റീലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടത്. വിനീഷ്, അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ഈ ദുരന്തമുണ്ടായിട്ട് 3 ആഴ്ച പിന്നിടുകയാണ്. കാണാതെ ആയവർക്കുള്ള തിരച്ചിലും തുടരുകയാണ്. 119 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അങ്ങനെയാണ് സർക്കാർ അറിയിക്കുന്നത്. 300-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അതെ, എത്രത്തോളം ദുരിതം അവിടെ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ദിനേഷ്, ഈ തെരച്ചിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആളുകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്? ഇനിയും കാണാതായവർക്കായുള്ള തെരച്ചിൽ എന്ന് പറഞ്ഞാൽ DNA പരിശോധന അതിലേറ്റവും നിർണായക ഘടകമായി നിൽക്കുന്നു. അതിന്റെ ഒരു പുരോഗതിയും എങ്ങനെയാണ് വിനീഷ്? അശ്വതി, ഓഗസ്റ്റ് 14 വരെയുള്ള കണക്കനുസരിച്ചുള്ള DNA ഫലമാണ് പുറത്തു വന്നപ്പോൾ 119 ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത്, കാണാതായിട്ടുള്ളത്. എന്തായാലും അതുകൂടാതെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒന്നും കൃത്യമായൊരു കണക്ക്, എത്ര പേര് ഇത്തരത്തിലുള്ള ലയങ്ങളിൽ, എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായൊരു വിവരം എന്തായാലും ആരുടെ കയ്യിലും ലഭ്യമല്ല. ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മാത്രം. കാരണം ഒരു പ്രദേശം അങ്ങനെ നാമാവശേഷമായത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടുന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കണക്കുകൾ ഉണ്ടാവുള്ളൂ. എന്തായാലും തെരച്ചിൽ ഇപ്പോൾ ഭാഗികമായി മാത്രമാണ് നടക്കുന്നത്. കാരണം ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ ദുരന്തമുണ്ടായിരിക്കുന്ന പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടുകയും അത് ഒരു ഭാഗം മുണ്ടക്കയിലേക്ക് പോവുകയും ഒരു ഭാഗം ചൂരൽമലയിലേക്ക് കുത്തിയൊലിച്ച് വരികയാണ് ഉണ്ടായത്. ഇതിൽ മുണ്ടക്കൈ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചൂരൽമലയിൽ ഇപ്പോഴും വീടുകളും കടകളും ഒക്കെ അവശേഷിക്കുന്നുണ്ട്. കടകളിലേക്ക് വെള്ളം കയറുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടതാണ്. അപ്പോൾ അത്രത്തോളം ഭീകരമായിരുന്നു. എന്തായാലും ഈ തെരച്ചിൽ ഇപ്പോൾ ഭാഗികമായി നടക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുള്ളത് ഈ മീമുട്ടി വെള്ളച്ചാട്ടത്തിലും അതുപോലെ തന്നെ പരപ്പൻപാറയിലും ഉൾപ്പെടുന്ന, അതായത് ഈ ഇതിലേക്ക് പോകുന്ന ചാലിയാറിലേക്ക് പോകുന്ന പോഷക തോടുകളുണ്ട്. അതിലേക്ക് പോകുന്ന തോടുകളും മറ്റുമുണ്ട്. അവിടെ നിന്നും ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ നിലമ്പൂരിലും മറ്റുമുള്ള ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചിരുന്നു. അമ്പരാട്ടിക്കല്ല് സീഡ് ഫാം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ പരിശോധനകൾ നടത്തി വന്നിരുന്നത്. എന്തായാലും ഈ ഭാഗങ്ങളിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു സംഘം ഇറങ്ങിക്കൊണ്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായപ്പോഴുള്ള ഊർജിതമായൊരു തിരച്ചിൽ എന്തായാലും ഇല്ല. ഒപ്പം തന്നെ ഈ കടകളൊക്കെ തുറന്ന് ഇതിൻ്റെ അകത്തെല്ലാം ചെളിയും മണ്ണും നിറഞ്ഞതുകൊണ്ട് തന്നെ, വെള്ളവും കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അത് ശുചീകരിക്കുന്ന ഒരു പ്രവർത്തനം അവിടെ നടന്നിരുന്നു. അതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള സാധനങ്ങൾ പലതും ഒഴിവാക്കിക്കൊണ്ടും അവിടെ ശുചീകരിച്ച് വീണ്ടും ആ കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് ആളുകളുടെ തീരുമാനം. പക്ഷേ അവിടെ ഇപ്പോൾ മനുഷ്യരില്ല എങ്കിൽ പോലും ആ കടകൾ തുറക്കണമെന്ന് തന്നെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അതിന് വ്യാപാരി വ്യവസായ സമിതി ഉൾപ്പെടെ ജില്ലാ കളക്ടറുമായി ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും കടകൾ തുറന്നാൽ പോലും സാധനങ്ങൾ വാങ്ങാൻ വരാനൊന്നും അവിടെ ആളുകളില്ല. അവശേഷിക്കുന്ന കുറച്ച് കുടുംബങ്ങളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ള അതനുസരിച്ചാണെങ്കിൽ അവരെ പല കുടുംബങ്ങളും അവിടെ നിന്ന് വാടക വീട് അന്വേഷിച്ച് പോകുന്നുണ്ട്. പ്രധാനമായും 3 പഞ്ചായത്തുകൾ, മേപ്പാടി പഞ്ചായത്ത് കൂടാതെ സമീപത്തുള്ള മൂപ്പൈനാട് പഞ്ചായത്തിലും അമ്പലവേൽ പഞ്ചായത്തിലും ആളുകൾ വീട് അന്വേഷിച്ച് പോകുന്നുണ്ട്. അവിടെ വാടക വീടുകളിലേക്ക് മാറുന്നുണ്ട്. ഒപ്പം തന്നെ യൂസ്ഡ് ആയ ഫർണിച്ചറുകളും മറ്റും ആളുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തരം വീടുകളിലേക്കുള്ള സഹായങ്ങൾ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട്. ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 6000 രൂപ സർക്കാർ മാസവാടക ഇനത്തിൽ നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് എത്ര കാലത്തേക്ക് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അതിന് മുമ്പായി പുനരധിവാസം പൂർത്തിയാക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം.
അതാണ് വിനേഷ്, പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാകണമെങ്കിൽ കൂടുതൽ അതിൽ യോഗം വേണം, സമയമെടുക്കും എന്നുള്ളതാണ്. അത്രയധികം ആളുകളുണ്ട് അവിടെ ക്യാമ്പിൽ. മറ്റൊന്ന് കൃഷ്ണൻ, നമ്മളെ കണ്ടത് വിനേഷ്, നമ്മളെ കണ്ടത് ഒന്നിച്ചു നിൽക്കുന്ന, കേരളം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. വയനാടിന് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായി എന്ന് അറിഞ്ഞ് ആ നിമിഷം മുതൽ അങ്ങോട്ടേക്ക് സഹായത്തിന്റെ ഒഴുക്കായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അതിനപ്പുറത്തേക്ക് എന്തൊക്കെ അവിടെ ആവശ്യങ്ങളുണ്ട് എന്നതനുസരിച്ച് അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടു. പല ജില്ലകളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ നിരവധി ആളുകൾ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ സഹായത്തിന്റെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണോ വിനീഷ്? തീർച്ചയായും സഹായം ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ ഈ മേപ്പാടിയിലും അതുപോലെ തന്നെ മേപ്പാടി രണ്ടിടത്തായിട്ട് ഒരു ടെക്സ്റ്റൈലുകൾ കോൺഗ്രസ് തുറന്നിട്ടുണ്ട്. അവിടെ ആവശ്യമുള്ളവർക്കുള്ള വസ്ത്രങ്ങൾ, എന്ത് വസ്ത്രം വേണമെങ്കിലും അവർക്ക് സൗജന്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബെഡും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആളുകൾ. കാരണം വീട് സർവ്വതും നഷ്ടപ്പെട്ടവരാണ്. ഒറ്റ രാത്രി കൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒന്നുമല്ലാതായി പോയ കുറേ മനുഷ്യരുണ്ട്. ജീവൻ നഷ്ടമായവർ കൂടാതെ ഒന്നുമില്ലാതായി പോയ, അല്ലെങ്കിൽ ധരിച്ച വസ്ത്രം മാത്രം അവശേഷിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ സഹായങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ, ഒറ്റപ്പെട്ടു പോയ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസവും മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ ആളുകൾക്ക് വീടുകൾ, ഈ വാടക വീട്ടിലേക്ക്, താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറുന്നതിന് ഫർണിച്ചറുകളും മറ്റ് കുറച്ച് സാധനങ്ങൾ എന്തായാലും വീടുകളിലേക്ക് വേണം. ഇത് പഴയതും പുതിയതുമായൊക്കെ ആളുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളെല്ലാം കൃത്യമായി തന്നെ ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പുനരധിവാസം സംബന്ധിച്ച് ഇപ്പോഴും നമുക്കൊരു എപ്പോൾ, എവിടെ, എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയുണ്ട്. പ്രധാനമായും ഇതിൻ്റെ ഒരു ആശയക്കുഴപ്പം, ഈ ആളുകളെ ഇവിടെ തന്നെ, ഇതിൽ ഒരു വിഭാഗം ആളുകൾ ഇവിടെ തന്നെ, അതായത് ഈ സംഭവം ഉണ്ടായ ആ പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ബാധിക്കാത്ത പ്രദേശം അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അവിടെ എവിടെയെങ്കിലും പുനരധിവാസം ഒരുക്കണം, അവിടെ ടൗൺഷിപ്പ് ഒരുക്കണം എന്നാണ് അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് സംശയമുണ്ട്. കാരണം പ്രധാനമായും അശ്വതി, ഇവിടെ പ്ലാന്റേഷനുകളാണ് കൂടുതലുള്ളത്. കാരണം ഹാരിസൺ മലയാളമുണ്ട്, അതുപോലെ തന്നെ പൊടാർ പ്ലാന്റേഷനുണ്ട്, AVT ഉണ്ടായിരുന്ന AVT പിന്നീട് ബോബി ചെമ്മണ്ണൂർ പിന്നീട് അത് എടുക്കുകയും ചെയ്ത് അങ്ങനെയുള്ള എസ്റ്റേറ്റുകളാണുള്ളത്. ഈ എസ്റ്റേറ്റുകൾ ഭൂമി നൽകുമോ ഈ ടൗൺഷിപ്പിന് എന്നുള്ള കാര്യത്തിലെല്ലാം സംശയമുണ്ട്. ഹാരിസൻ്റെ എല്ലാം പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണെങ്കിൽ പോലും അത് സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളെല്ലാം ഉണ്ട്. സർക്കാർ പക്ഷേ അവിടെ നിന്ന് മാറി, കുറച്ചുകൂടെ ഈ മലയടിവാരത്ത് നിന്ന് മാറിയുള്ളൊരു സ്ഥലത്തേക്ക് ഒരു ടൗൺഷിപ്പ് ഒരുക്കുക എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അങ്ങനെ ഒരു ആലോചനയാണ് നടക്കുന്നത്. എന്തായാലും പുനരധിവാസം 1-2 വർഷം വൈകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാവശ്യമായ ഫണ്ട് വേണം. സർക്കാർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 1200 കോടിയോളം രൂപയുടെ നഷ്ടമാണ് 1250 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷേ അതൊരു പ്രാഥമിക കണക്ക് മാത്രമാണ്, അന്തിമ കണക്കല്ല. ഇനിയും ഒരുപക്ഷേ ഈ കണക്ക് എത്ര നഷ്ടമുണ്ടായി എന്നുള്ളതിൻ്റെ കണക്കെടുപ്പ് ഇപ്പോഴും റവന്യൂ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പുനരധിവാസം വൈകാതെ തന്നെ ഉണ്ടാവണം എന്നാവശ്യപ്പെടുമ്പോഴും ഇതിന് ഭൂമി കണ്ടെത്തുക, അവിടെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇവിടെ വീടുകൾ മാത്രം പോരാ, ആളുകൾക്കുള്ള ആരാധനാലയങ്ങൾ വേണം, അതുപോലെ തന്നെ സ്കൂളുകൾ വേണം, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, സർക്കാർ ഓഫീസുകൾ വേണം. ഇങ്ങനെയുള്ള കടമ്പകളെല്ലാം തന്നെ കടക്കേണ്ടതുണ്ട്. ഇത് 1-2 അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാവുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി വിനേഷ്, എന്തായാലും ചെമ്പ്രമലയിൽ വിള്ളൽ കണ്ടു എന്നുള്ള ആശങ്കാജനകമായ വാർത്ത, അതാണ് നമ്മൾ ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമ്മളത് അധികൃതരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഒരു ദുരന്തം താങ്ങാനുള്ള ശേഷി വയനാടിനില്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കൃഷ്ണേന്ദു, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുടെ ബാങ്ക് വായ്പ സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള തീരുമാനമെടുക്കാൻ ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് ചേരുകയാണ്. അശ്വതി, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത്. എല്ലാ ബാങ്കുകളുടെയും ഉന്നത അധികാരികൾ യോഗത്തിൽ പങ്കെടുക്കും. വായ്പാ തിരിച്ചടവുകൾക്ക് മൊറട്ടോറിയവും പ്രഖ്യാപിക്കുന്നുണ്ട്. മൊറട്ടോറിയം അല്ല, വായ്പകൾ പരമാവധി എഴുതിത്തള്ളണമെന്ന അഭിപ്രായം ശക്തമാണ്. അടിയന്തര സഹായമായി സർക്കാർ ദുരിതബാധിതർക്ക് നൽകിയ 10,000 രൂപയിൽ നിന്ന് 5,000 രൂപ വരെ പലരിൽ നിന്നും ബാങ്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. വയനാടിന് കൈത്താങ്ങാകാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ചിറ്റണ്ടയിൽ ജനകീയ തട്ടുകട സംഘടിപ്പിച്ചു. ജനകീയ തട്ടുകടയിൽ നിന്ന് ചായയോ ചെറുകടിയോ ആവശ്യമുള്ളവർക്ക് അത് കഴിക്കാം.
തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുകയും ചെയ്യാമെന്നതായിരുന്നു പദ്ധതി. എന്തായാലും ഇതുപോലെയുള്ള കുറേ ആളുകൾ, കുറേ സംഘടനകൾ, സ്വതന്ത്ര ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് അവർക്ക് വയനാടിനായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തട്ടുകടയുടെ രൂപത്തിൽ ആക്രി ചലഞ്ചായിട്ട്, ബിരിയാണി ചലഞ്ചായിട്ട്, ഫുഡ് ചലഞ്ചായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മൾ വയനാടിനെ മറക്കുന്നില്ല, നമ്മൾ വയനാടിനെ വിടുന്നില്ല, ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ വയനാടിനെ എന്നുള്ള സന്തോഷ കാഴ്ചകളാണ് ഇതിൽ നിന്ന്, ഈ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന തുക, തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന തുക അവിടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐ കുറേ നാളുകളായി ഇപ്പോൾ യുവാക്കളൊക്കെ ഇതിന് പിന്നാലെ നടക്കുകയാണ് എന്നുള്ളത് നമ്മളെ വളരെയധികം പ്രതീക്ഷ നൽകുന്ന, പുതുതലമുറ ഇതിലേക്ക് വരുന്നു എന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. കൃഷ്ണേന്ദു. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അണയാതെ പ്രതിഷേധം. ആർജികർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം ഓഗസ്റ്റ് 24 വരെ നിരോധാജ്ഞയാണ്. ഇതിനിടെ ഇന്ന് ഡോക്ടർമാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിക്കും. സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സർക്കാരാണ് ബംഗാളിലേതെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ വിമർശിച്ചു. രാഷ്ട്രീയ വാക്പോരും ശക്തമായി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധം, നമുക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകം എന്ന് പറയുന്നത്. ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്ന വാർത്ത നമ്മൾ കേട്ടപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന നിർഭയേക്കാൾ ക്രൂരമായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പ്രതിഷേധം എങ്ങനെ ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ആശുപത്രിക്ക് വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സുവി അവിടുത്തെ കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് അശ്വതി ആൻഡ് കൃഷ്ണേന്ദു. കൊൽക്കത്തയിലേക്ക് തന്നെയാണ് ഈ രാജ്യം ഉറ്റുനോക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കൊൽക്കത്ത നഗരത്തിൽ അരങ്ങേറിയത്. പ്രതിഷേധം ആളിക്കത്തുകയായിരുന്നു. ആദ്യം ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് രംഗത്തിറങ്ങിയതെങ്കിൽ പൊതുവിൽ ജനങ്ങൾ കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലത്തെ ചില സംഭവ വികാസങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൊൽക്കത്തയിലുണ്ടായി. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വി വോണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധം അരങ്ങേറിയത്. ഇന്ന് ഡൽഹിയിലും ഇതുമായി ബന്ധപ്പെട്ട് സമരം ശക്തമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലാണ് ഇന്ന് പ്രതിഷേധം ഉണ്ടാക്കുക. ഒരാൾ മാത്രമാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്, സഞ്ജയ് റോയ്. സഞ്ജയ് റോയ്ക്ക് മാത്രമല്ല ഇതിൽ പങ്കെന്നും നിരവധി പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുമാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത്. വലിയൊരു കൂട്ടബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്. ക്രൂരമായ നിഷ്ഠൂരമായ ഒരു ബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്. അതിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അത് ഉയർത്തിയായിരിക്കും ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുമ്പിലും പ്രതിഷേധം തുടരുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും കൊണ്ടുപിടിച്ച് ചൂടോടെ അരങ്ങേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സർക്കാരാണ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് എന്നൊരു വിമർശനമാണ് JP നഡ്ഡയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടെ കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത് എങ്കിൽ ഇപ്പോൾ അത് സുപ്രീം കോടതി ഏറ്റെടുക്കുന്നു. സുപ്രീം കോടതി സ്വമേധയാ ഈ കേസ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നാളെ ഈ വിഷയം പരിഗണിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് വിഷയം പരിഗണിക്കുക. എന്തായാലും സംസ്ഥാന സർക്കാർ, മമതാ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുൻ പ്രിൻസിപ്പാളായ സന്ദീപ് ഘോഷിനെ 3 തവണ CBI വിളിച്ച് ചോദ്യം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നൊരു ആവശ്യവും പ്രക്ഷോഭകാരികളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുപോലെ സുവി, കേന്ദ്രത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ ഇന്നലെ അറിഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? സ്വാഭാവികമായും കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിവിധ സംസ്ഥാനങ്ങളിൽ, അതായത് ക്രമസമാധാന നില വഷളാകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും മറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മണിക്കൂറുകൾക്കിടയിൽ ഈ 2 മണിക്കൂറുകൾ കൂടുമ്പോഴും ക്രമസമാധാന നില സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾ റിപ്പോർട്ട് നൽകണം എന്നായിരുന്നു കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് കൽക്കത്ത സർക്കാർ മാത്രമല്ല,
ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം രാജ്യമുമ്പാകെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയ. സുവി, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി എടുത്തു പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരമാണ്. ഒപ്പം നമുക്കിനി കൃഷ്ണേന്ദു, കർണാടകയിലെ ഷിരൂരിലെ തെരച്ചിലിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഷിരൂരിൽ 1 മാസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അർജുനായുള്ള തെരച്ചിൽ. അർജുനൊപ്പം 2 പേരെ കൂടി ഇനിയും കിട്ടാനുണ്ട്. അവിടെ നിന്നും മണ്ണിടിച്ചിൽ കാണാതായിട്ടുണ്ട്. അർജുന്റെ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്കായി ബംഗളൂരുവിൽ ഇന്ന് യോഗം ചേരുകയാണ്. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 കോടിയോളം രൂപയാണ് ഇതിനായി ചെലവ് വരുന്നത്. വ്യാഴാഴ്ചയോടെ തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് കുടുംബത്തിന് അധികൃതർ നൽകിയ ഉറപ്പ്. അതിനിടെ അർജുന്റെ അമ്മയെ ഇന്ന് ഈശ്വർ മൽപെ ഉച്ചയോടെ കോഴിക്കോട്ടെ വീട്ടിലെത്തി കാണുമെന്ന വാർത്തയും വരുന്നുണ്ട്. KV ബൈജു ആണ് നമുക്കൊപ്പം ചെയ്യുന്നത്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ ദിവസങ്ങളിലും കാത്തിരുന്നു അർജുന്റെ ലോറി കണ്ടെത്താൻ ആകുമെന്ന പ്രതീക്ഷയിൽ ഇരുന്നെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോൾ ഡ്രഡ്ജർ എത്തിക്കുമോ എന്നുള്ള കാര്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് നമ്മൾ. എന്താണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? അശ്വതി, കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക യോഗം ബംഗളൂരുവിൽ ചേരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യം. അതിനൊപ്പം ഈ ഡ്രഡ്ജറിന്റെ കമ്പനിയിൽ നിന്നുള്ള ഈ എഞ്ചിനീയർമാർ ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കും. ഏത് രീതിയിലാണ്, ഏത് വഴിയാണ് ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ എത്തിക്കുക എന്നാണ് പ്രധാനമായും ഇവർ കണ്ടെത്തുക. അതിനുള്ള പരിശോധന നടത്താനാണ് ഈ സംഘം എത്തുന്നത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 1 കോടിയോളം രൂപ ചെലവ് വരുന്നത് കൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഈ ചെലവ് വഹിക്കാൻ പരിമിതിയുണ്ടെന്നാണ് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. ഈ തുക സംസ്ഥാന സർക്കാർ വഹിക്കുമോ, ഇത് സംബന്ധിച്ച് എന്താണ് ഇന്ന് തീരുമാനമെടുക്കുക, അതൊക്കെ വലിയ നിർണായകമായ കാര്യം തന്നെയാണ്. ഏതായാലും ബംഗളൂരുവിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ യോഗം ചേരുന്നത്. യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ അതിനിടയിൽ തന്നെ ഈശ്വർ മൽപ ഈ കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അർജുന്റെ അമ്മയെ കാണാനാണ് അദ്ദേഹം എത്തുന്നത്. ഏറ്റവും പ്രധാനം, ഈ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈശ്വർ മൽപെ അർജുനായുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ നടത്തിയത്. കുടുംബം വീണ്ടും ആവശ്യപ്പെട്ടാൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും വൈകാരികമായ ഒരു രംഗമായിരിക്കും കണ്ണാടിക്കലിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് മൽപെ എത്തുക. അദ്ദേഹം ഇപ്പോൾ ശിരൂരിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നു. 1 മണിയോടുകൂടി കുടുംബത്തെ കാണുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അറിയിച്ചത്. 1 മണിയോടെ കണ്ണാടിക്കലിലെ വീട്ടിൽ അദ്ദേഹം എത്തി കുടുംബത്തെ കണ്ട് കുടുംബത്തിനെ ആശ്വസിപ്പിക്കും. ഏതായാലും ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ മൽപയുടെ ഈ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ജിതിൻ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ജിതിൻ ഇപ്പോൾ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ദിനം തന്നെയാണ്. പ്രധാനമായും ഈ ബംഗളൂരുവിലെ യോഗം തന്നെയാണ്. ആ യോഗത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന് പുറമെ കന്നഡികരായ 2 പേർ കൂടിയുണ്ട്, ലോകേഷും ജഗന്നാഥും. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും മൽപ തന്നെയാണ് നടത്തുന്നത്. ഇനി ഏത് രീതിയിലാണ് ഈ കർണാടക സർക്കാർ ഈ തെരച്ചിലുമായി സഹകരിക്കുന്നതെന്നാണ് അറിയേണ്ടത്. അതല്ലെങ്കിൽ സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്താൻ തയ്യാറാണെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഇല്ലെങ്കിലുള്ള ഒരു തെരച്ചിൽ തുടരും. ഏതായാലും വ്യാഴാഴ്ച വരെ കാത്തിരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വ്യാഴാഴ്ച വരെ തീരുമാനമൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വന്തം നിലയിൽ തെരച്ചിലോ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനുള്ള അനുമതി നൽകിയില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ശിരൂരിൽ എത്താനുള്ള ഒരു ആലോചനയും നടക്കുന്നു. ഏതായാലും അർജുന് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്ന് അമ്മ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ തെരച്ചിലൊക്കെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ചെറിയ സംവിധാനം മാത്രം ഉപയോഗിച്ചാണ് ഇത്രയും വലിയ ഒരു തെരച്ചിലിന് കർണാടക മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനമായിരുന്നു ഉയർന്നത്. ഇനി കൃത്യമായി യന്ത്ര സംവിധാനങ്ങളും ഒപ്പം മുങ്ങൽ വിദഗ്ധരും ഒരേപോലെയുള്ള തെരച്ചിലാണ് അവർ കുടുംബം ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ ഗംഗാവലി പുഴയിൽ നിന്നും ഈ ലോറിയും അതുപോലെ തന്നെ ലോറിക്കകത്ത് അർജുനുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ കഴിയും. കാരണം അത്രത്തോളം ചെളിയും മണ്ണും പാറയും ഒക്കെ ആ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സീറോ വിസിബിലിറ്റി എന്നാണ് ഈ മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപെ ഉൾപ്പെടെ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ട്. മഴയൊന്നുമില്ലാത്ത ഒരവസ്ഥ ഇന്നും ഇന്നലെയും ഒക്കെ ഉണ്ട്.
ഉണ്ട്. അതുകൊണ്ട് വ്യാഴാഴ്ച അത് വളരെ പെട്ടെന്ന് തന്നെ ഈ തീരുമാനമെടുക്കുക. അതല്ലെങ്കിൽ കുടുംബം സ്വന്തം നിലയിൽ പ്രാദേശികമായ ഈ ആളുകളുടെ സഹായത്തോടെ തെരച്ചിൽ നടത്താൻ ആണ് കുടുംബം പറയുന്നത്. അതിനുള്ള അനുമതി നൽകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. ആ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു, ഏത് രീതിയിലാണ് ഈ യന്ത്രം ഗോവയിൽ നിന്നും ഇവിടെ എത്തിക്കുക, അതിനുള്ള ചെലവ് കർണാടക സർക്കാർ വഹിക്കുമോ, ഇതിനൊക്കെ ഉത്തരം ഇന്ന് ലഭിക്കും. അതല്ലെങ്കിൽ ഈ കുടുംബം അവരുടെ സ്വന്തം നിലയിലുള്ള തെരച്ചിലുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമുള്ളത്. ഏതായാലും വ്യാഴാഴ്ച വരെ കാത്തിരിക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അശ്വതി. ബൈജു, അതുപോലെ ഇത്രയും ദിവസമായല്ലോ, ഇനി ഈ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ അർജുനെ കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ ലോറിയുടെ പല വസ്തുക്കളും കെട്ടിയ ഒരു സ്ഥലമുണ്ട്. അതായത് കയർ ഉൾപ്പെടെ ലോറിയുടെ മരത്തിന് കെട്ടിയിരുന്ന വലിയ കയർ, 25 മീറ്ററോളം നീളമുള്ള കയറും ഒപ്പം ലോറിയുടെ ചില വസ്തുക്കളും കെട്ടിയ ഭാഗമുണ്ട്. ആ ഭാഗത്ത് കൂറ്റൻ ആൽമരമാണുള്ളത്. ആ ആൽമരം നീക്കിയാൽ അതിന് താഴെ ലോറി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ലോറിക്കകത്ത് ക്യാബിനകത്ത് തന്നെ അർജുൻ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ക്യാബിനകത്ത് ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഒരു മാസമൊക്കെ പിന്നിട്ടിരിക്കുന്നു. മറ്റല്ലാതെ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് മേൽ വലിയ കരുനീഴലായിരിക്കും വീഴ്ത്തുക. പക്ഷേ ഇപ്പോഴും കുടുംബം വിശ്വസിക്കുന്നത്, രക്ഷാദൌത്യ സംഘങ്ങളും വിശ്വസിക്കുന്നത് ലോറിക്കകത്ത് അർജുൻ ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ലോറി കണ്ടെത്തുകയും അതിന് ക്യാബിൻ പരിശോധിക്കുകയും ചെയ്യുക, അതാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. അത് മാത്രമല്ല, അതിന് സമീപത്തായി വലിയ തോതിലുള്ള മൺകൂനയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂനയൊക്കെ ഇളക്കി മാറ്റിയാൽ ഒരു പക്ഷേ ലോറിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അർജുൻ പുറത്തേക്ക് തെറിക്കുന്ന അവസ്ഥയോ മറ്റും ഉണ്ടായാൽ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയാൽ അവസാനമായി അർജുനെ കിട്ടുമെന്നൊരു പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു അർജുൻ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അതിന് ഒരു ഉത്തരം കർണാടക സർക്കാർ നൽകിയേ പറ്റൂ. അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോടും കുടുംബം ആവശ്യപ്പെടുന്നത് ഈ തിരച്ചിലുമായി മുന്നോട്ട് പോകാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നാണ്. ഏതായാലും ഒരു തവണ നിർത്തിവെച്ച ഒരു തെരച്ചിലാണ്. അത് വീണ്ടും പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലും അതുപോലെ നേവിയും കൂടിയായിരുന്നു തെരച്ചിൽ നടത്തിയത്. അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്തിയാൽ ഇനി കാര്യമായ ഫലപ്രദമല്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഈ മരങ്ങളും മറ്റേ കല്ലുമൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് മുങ്ങൽ വിദഗ്ധർ ഇതിൽ ആഴങ്ങളിലേക്ക് എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക്. അതുകൊണ്ട് തന്നെ ആ യന്ത്രം ഉപയോഗിച്ച് ഈ കല്ലുകളൊക്കെ നീക്കി അതിന് താഴെയായി ഈ ലോറി ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം അത്രത്തോളം വസ്തുക്കളാണ് ആ ഭാഗത്ത് നിന്നും ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ലോറി ഉള്ള സ്ഥലം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ലോറിക്കരികിലേക്ക് എത്താൻ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അതല്ലെങ്കിൽ മനുഷ്യ സാധ്യമല്ല എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ യന്ത്രങ്ങൾ ഡ്രഡ്ജർ കൊണ്ടുവരാനൊക്കെ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഡ്രഡ്ജർ എത്തിക്കുന്നതിന് പണം തടസ്സമല്ല എന്ന് കഴിഞ്ഞ ദിവസം MK രാഘവൻ MP ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഈ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് തന്നെയാണ്. ഡ്രഡ്ജർ എത്തിച്ചാൽ വളരെ വേഗത്തിൽ ലോറിക്കരികിലേക്ക് എത്താൻ പറ്റും, അർജുനെ കണ്ടെത്താനും പറ്റും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു തീരുമാനം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം നിലയിലുള്ള ഒരു തെരച്ചിൽ, അതിന് കർണാടക സർക്കാർ അനുമതി നൽകണം. ഇന്നലെ ഈശ്വർ മൽപെ ഈ പുഴയിൽ ഒരു തെരച്ചിൽ നടത്താൻ എത്തിയിരുന്നു. അല്പസമയം അദ്ദേഹം തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും ജഗന്നാഥിന്റെ കുടുംബം ഒക്കെ ഉണ്ടായിരുന്നു. അവരെയും കൂടി കണ്ടെത്താനുണ്ട്. അതുകൊണ്ടാണ് മാൽപെ സ്വന്തം ഈ അനുമതി ഇല്ലാതെ തന്നെ ഇന്നലെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് പോലീസ് എത്തി തടയുകയും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ തെരച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ നടത്തണമെന്ന്. തീർച്ചയായിട്ടും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയ. ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏക പ്രതീക്ഷ എന്നുള്ളത്. അർജുന്റെ കുടുംബം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടാവും, ഇനിയും ഒരു തിരച്ചിലിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനാകുമോ എന്ന്. പക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് അർജുന് സംഭവിച്ചത് എന്ന് അറിയണം എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തിന്റെ ആവശ്യവും. കൃഷ്ണൻ. അശ്വതി, അതുപോലെ കുടുംബത്തെ കണ്ടിരുന്നതാണ് അല്ലേ? ആ ഒരു സമയത്ത് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു അശ്വതി? അതെ, തീർച്ചയായിട്ടും അവർക്ക് അന്നും പ്രതീക്ഷയുണ്ടോ അർജുനെ കാണാതായ ഒരു 5 ദിവസം വരെയും ജീവനോടെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ആ അമ്മയൊക്കെ നമ്മൾ അമ്മയുടെ റെസ്പോൺസ് ഒക്കെ കേട്ടതാണ്. ആ സമയത്ത് പോലും സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ മലയാളികൾക്കുള്ളൊരു കാര്യമാണ്, മരണ വീട്ടിൽ അങ്ങനെ ആയിരിക്കണം അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ എന്നൊരു ചട്ടക്കൂട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ
അവർക്ക് ആ സമയത്ത് അവർക്ക് ഊർജ്ജം കൈവരിച്ചേ മതിയാകൂ. അവർക്ക് അവരുടെ മകനെ കണ്ടെത്തേണ്ടതുണ്ട്. ചെറിയൊരു കുട്ടിയാണ്, അർജുൻ്റെ വൈഫ് വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്, ഒരു മകനുണ്ട്. അപ്പൊ അവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഈ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അമ്മ പറയുന്നത് എനിക്ക് കണ്ടെത്തണം, എവിടെയാണ് എൻ്റെ മോനെന്ന് എനിക്ക് അറിയണം എന്നുള്ളത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ജീവനോടെ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എനിക്ക് അവനെ അവസാനമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആശ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് സാധ്യമാകുന്നില്ലല്ലോ എന്നുള്ളൊരു നിർവികാരതയോടെയാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ ദൗർഭാഗ്യകരമാണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും അർജുന്റെ കുടുംബത്തോടൊപ്പം ഇതുവരെ നമ്മൾ നിന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു. മറ്റൊരു വാർത്ത, പ്രേക്ഷകരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിരുന്നു, മറ്റൊരു വാർത്തയും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ എടുക്കുക? ഒരിക്കലുമല്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷിരൂരിലെ അർജുന്റെ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ വാർത്ത വിടാതെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കൃഷ്ണേന്ദു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സിനിമാ മേഖലയിൽ നിന്നാണ്. അതെ, സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് നടി അപ്പീൽ നൽകിയത്. ഹർജി നൽകിയതിന് പിന്നാലെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സർക്കാർ തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്താകും, അത് പുറത്തു വിടുമോ എന്നൊക്കെയുള്ള കാര്യം. എന്തായാലും രഞ്ജിനിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അത് പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ പുറത്തു വിടരുതെന്നല്ല താൻ പറഞ്ഞത്. അത് പുറത്തു വിടുന്നതിന് മുൻപ് പറഞ്ഞ മൊഴി അതെന്താണ് എന്നുള്ളത്, ഏത് രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു സുതാര്യത വേണം, അതിന്റെ ഒരു കോപ്പി വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് രാമേന്ദ്രനുമായി നടത്തിയ അഭിമുഖത്തിൽ നമ്മളോട് അവർ ന്യൂസ് 18 അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്താണ് നവമി ഈ കോടതിയിലേക്ക് ഇന്ന് കേസ് എത്തുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വെരി ഗുഡ് മോർണിംഗ് അശ്വതി, കൃഷ്ണേന്ദു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ദിവസങ്ങളായി മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരും ഹൈക്കോടതിയും ഒക്കെ വീണ്ടും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദ്യത്തെ തവണ നമുക്കറിയാം നിർമ്മാതാവായ സജിമോൻ പാറയിൽ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. അത് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി തൽക്കാലം ഈ ഒരു കേസ് പരിഗണിക്കുന്നത് വരെ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറയുന്നു. അതിനുശേഷം ഹർജി തള്ളുന്നു. പിന്നീട് സർക്കാരിനോട് പറയുന്നു ഇനി റിപ്പോർട്ട് പുറത്തുവിട്ടേക്കാൻ. അതിനുശേഷം കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടാൻ 11 മണിക്ക് പുറത്തുവിടും. അതുകൊണ്ട് വിവരാവകാശ പ്രകാരം ഇത് അപേക്ഷിച്ച മാധ്യമപ്രവർത്തകരോട് സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് 11 മണിക്ക് എത്താൻ പറയുന്നു. പക്ഷേ തലേ ദിവസം നടി രഞ്ജിനി ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നു. എന്തായാലും പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയത് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ സർക്കാർ പറയുന്നത് കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു ഹർജി ആയതിനാൽ അല്ലെങ്കിൽ കേസ് ആയതിനാൽ അതിലൊരു അന്തിമമായിട്ടുള്ള ഒരു വിധി വന്നതിന് ശേഷം മാത്രമായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത്. എന്തായാലും ഹൈക്കോടതി അവസാനം സർക്കാരിന് കൊടുത്ത സമയം നാളെയാണ് അവസാനിക്കുക. ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതി ഉത്തരവിടുക, അല്ലെങ്കിൽ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശം എന്ന് ഏവരും ഒറ്റുനോക്കുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വിമർശനമാണ് സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഒപ്പം സിനിമയിലെ പല പ്രമുഖർക്കും എതിരെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ നടി രഞ്ജിനി അടക്കമുള്ളവർ പറയുന്നത് തങ്ങൾ പുറത്തുവിടരുത് എന്ന് പറയുന്നില്ല, കാരണം ഇത് പുറത്തുവിടേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ തങ്ങൾ ചില വ്യക്തികൾക്കെതിരെ നടത്തിയ പരാമർശം അത് പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അത് മാത്രമാണ് തങ്ങളുടെ ആശങ്ക. അത് പരിഹരിക്കപ്പെട്ടതിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് രഞ്ജിനി മാധ്യമങ്ങളോടടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. പക്ഷേ ചില വ്യക്തികൾക്കെതിരെയുള്ള പരാമർശം അത് പുറത്തു വന്നാൽ അത് തങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ളൊരു ആശങ്ക മാത്രമാണ് രഞ്ജിനി അടക്കമുള്ള നടിമാർ ഉന്നയിക്കുന്നത്.
മറ്റൊരു കാര്യം, ഈ ഒരു റിപ്പോർട്ട്, അതായത് വിവരാവകാശ കമ്മീഷൻ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു ഈ ഒരു റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ചില വ്യക്തികളെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്ന്. അങ്ങനെയെങ്കിൽ ചില പേരുകളും അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില രീതിയിലുള്ള ലൈംഗിക ആരോപണ പരാതികൾ തെളിവ് സഹിതം അടങ്ങിയതാണ് ഈ റിപ്പോർട്ട്. അതൊക്കെ മറച്ചുവെച്ച് അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ഇത് ഭയപ്പെടുന്നത്? പിന്നെ ആർക്കാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയപ്പാട് എന്ന ചോദ്യം ഇവിടെ പ്രധാനമായും ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് 10 മണിക്ക് അറിയാം എന്താണ് രഞ്ജിനിയുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാമർശം അല്ലെങ്കിൽ വിധി. വീണ്ടും പിന്നീട് ഒരിക്കലേക്ക് മറ്റൊരു ദിവസത്തേക്ക് ഈ ഹർജി വിശദമായ വാദത്തിനായി പരിഗണിക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ ഇനിയും വൈകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അശ്വതി. നവമി, അതുപോലെ ഈ മേഖലയിലെ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ അതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ നവമി? പക്ഷേ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടി രഞ്ജിനി, ഭാഗ്യലക്ഷ്മി അടക്കമുള്ള സിനിമയിലെ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അവർക്ക് ഒരേ സ്വരത്തിൽ പറയുന്നത് തങ്ങളടക്കമുള്ള പല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ചിലർക്കെതിരെ അല്ലെങ്കിൽ സിനിമയിൽ നടക്കുന്ന അനീതികൾക്കെതിരെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അത് വളരെ രഹസ്യമായി തന്നെയാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയിരുന്നത്. പക്ഷെ അത് പുറത്തു വരുമ്പോൾ, അത് തങ്ങൾ വിശ്വസിച്ച് പറഞ്ഞതാണ്, പക്ഷെ അത് പുറത്തു വരുമ്പോൾ ചില പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ പുറത്തു വന്നാൽ തങ്ങൾക്കുണ്ടാകുന്ന ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ റിപ്പോർട്ട് തങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൽ പല വിധത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ തന്നെ സ്ത്രീകൾ ഈ സിനിമാ മേഖലയിൽ നേരിടുന്നുണ്ട്. മറ്റൊന്ന് ഈ വേതനം, ശമ്പളം നൽകുന്നതിലെ വേർതിരിവ്, കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തെളിവുകൾ, ഓഡിയോ സംഭാഷണങ്ങൾ അടക്കം അല്ലെങ്കിൽ ചാറ്റുകൾ അടക്കമാണ് കമ്മീഷന് മുന്നിൽ നൽകിയിട്ടുള്ളത്. അതൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ പലർക്കുമെതിരെ നിയമ നടപടികളിലേക്ക് പോകാൻ വരെ സർക്കാരിന് പ്രേരിതമാകും. അതിലേക്ക് പോകാൻ തങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനേതൊക്കെ രീതിയിൽ പരിഹാരമുണ്ടാക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അത് പുറത്തുവിടുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നുകൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നതും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 4.5 വർഷം കഴിഞ്ഞിട്ടും പിന്നീട് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറയുന്ന സമയങ്ങളിൽ മാത്രം ഇത്തരത്തിൽ ഹർജി സർക്കാരിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ പോകുന്നത്? അതിലാണ് ദുരൂഹതയായി ഇപ്പോഴും അതാണ്. അത് തന്നെയാണ് നവമി പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പൊ പുറത്തുവിടും എന്ന് നമ്മൾ തന്നെ ഇങ്ങനെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരൊക്കെ പല രീതിയിലുള്ള കമന്റുകളും ട്രോളുകളും ഒക്കെ എടുക്കും. തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നവരാണ്. ആ സ്ഥിതിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നവമിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ നവമി കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നുണ്ട്. അവാർഡ് കിട്ടിയതിന് കൺഗ്രാറ്റ്സ് പറയുന്നു. സുനിമോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. സുനിമോൾ അപ്പൊ എപ്പോഴും വന്നിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ സുനിമോൾ ഒരു നല്ല ഗുഡ് മോർണിംഗ് നേരുന്നു. അപ്പൊ നവമിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് ലൈവിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിരിക്കുന്നു. നവമി, അവാർഡ് കിട്ടിയതിന് ചെലവൊന്നും ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഉടനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു അശ്വതി, താങ്ക് യു കൃഷ്ണേന്ദു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ന്യൂസ് 18നും പ്രത്യേകം നന്ദി. എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്ന്, ഒപ്പം ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് അവാർഡാണ്, മികച്ച എന്റർടൈനർ അവതാരകയ്ക്കുള്ള അവാർഡാണ് ലഭിച്ചത്. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ തന്ന ന്യൂസ് 18നോടും ഞാൻ ഈ ഒരു അവസരത്തിൽ എന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമ്മളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സംസാരം ഒക്കെ നടത്തിയാണ്. എന്തായാലും എന്റെ ട്രീറ്റ് ന്യൂസ് 18യുടെ ഓഫീസിലേക്ക് ഉടൻ തന്നെ എത്തും. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അത് വന്നില്ലെങ്കിൽ അത് ലൈവിൽ പിന്നെയും പറയാലോ, ഞങ്ങൾക്ക് അതിനുള്ള അവസരം. അപ്പൊ നവമി ഒന്ന് തുടരണം. ഇനിയും വാർത്തകളുണ്ട്. കൊച്ചിയിൽ നിരവധി വാർത്തകളുണ്ട്. അതിനിടയിലാണ് മികച്ച എന്റർടൈൻമെന്റ് റിപ്പോർട്ടർക്കുള്ള അവാർഡ് നവമിക്ക് കിട്ടിയത്. നവമി, എറണാകുളം പെരുമ്പാവൂരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ കാറിലുണ്ടായിരുന്ന സംഘത്തിലെ 2 പേർ പിടിയിലായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. റിൻഷാദ്, അജ്മൽ എന്നിവരെയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് പിടിച്ചതെന്ന് അറിയുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ?
ഫോട്ടോ ഇവരെ ഇടിച്ച് പോലീസ് വണ്ടി പിടിച്ചെന്താ അതാണ് എന്തായാലും ആ ദൃശ്യങ്ങൾ കണ്ടെത്തി നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നവരുള്ള ചേസിംഗ് സീനാണ് കണ്ടത്. പക്ഷെ എന്തായാലും നാട്ടുകാരും പോലീസും കൂടെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് രണ്ടുപേരും എന്നുള്ളത്. നവമി, ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഇത് എന്താണ് സംഭവം? അശ്വതി, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ ഒരു സിനിമ സ്റ്റൈലിലെ ചേസിംഗ് ആയിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഈ പോലീസിന്റെ ചെക്കിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന 3-4 കാറുകളെ, വാഹനങ്ങളെയാണ് ഇടിച്ചു തെറിപ്പിച്ചത്. പക്ഷെ അതിലുള്ളവർക്കൊന്നും അപകടം സംഭവിച്ചില്ല, അല്ലെങ്കിൽ വഴിയാത്രക്കാർക്കൊന്നും അപകടം സംഭവിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ ആ വാഹനം പോകുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാം, ഏതെങ്കിലും ഭാഗത്ത് ആളുകൾ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ നിന്നിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം അവർക്ക് സംഭവിക്കുമായിരുന്നു. എന്നാലും അങ്ങനെ ഒരു അപകടം സംഭവിച്ചില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള സംഭവം. ഇതിലേക്ക് വന്നാൽ, ഇന്നലെ രാത്രിയോട് കൂടി പെരുമ്പാവൂർ ഭാഗത്തായിരുന്നു പോലീസിന്റെ ചെക്കിംഗ് നടന്നത്. ആ സമയത്ത് പോലീസ് കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്താതെ ചീറിപ്പാഞ്ഞു പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് പിന്തുടർന്നതിനെ തുടർന്നാണ് ഇവര് ഇത്തരത്തിൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പോയത്. പിന്നീട് വഴിയരികിൽ തന്നെ ഈ വാഹനം ഉപേക്ഷിച്ച ശേഷം ഇവർ 3 പേരടങ്ങുന്ന സംഘമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഈ പുറകില് ഈ പോലീസിന്റെ ചേസിംഗും ഈ സംഭവം കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരും പോലീസിനോടൊപ്പം ചേർന്നു. ഇവരും കൂടി ചേർന്നാണ് 2 പേരെ പിടികൂടിയത്. ഈ സംഭവ സമയത്ത് തന്നെ ഒരാളെ അങ്കമാലി സ്വദേശിയായിട്ടുള്ള റിൻഷാദിനെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമാണ് തൊടുപുഴ സ്വദേശിയായ അജ്മലിനെയും നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. പോലീസ് പറയുന്നത് ഈ വാഹനത്തിൽ ലഹരി ഉണ്ടായിരുന്നു, കഞ്ചാവ് കടത്തുകയായിരുന്നു. കഞ്ചാവാണോ അതോ മറ്റ് ലഹരി പദാർത്ഥമാണോ എന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ലഹരി കടത്തിയ വാഹനമാണ് പോലീസിനെ കണ്ട് കൈ കാണിച്ച് നിർത്താതെ പോയത്. ഈ ലഹരി വാഹനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇവർ ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരി കച്ചവടക്കാരാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. എന്തായാലും വളരെ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യം കൂടിയാണ്. റോഡിലൂടെ ഇത്രയും വേഗതയിൽ ചീറിപ്പാഞ്ഞു പോകുന്നു. അത് സൈഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളൊക്കെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘത്തിന്റെ വാഹനം കടന്നു പോകുന്നത്. എന്തായാലും ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് പെരുമ്പാവൂർ പോലീസ് വ്യക്തമാക്കി. ശരി നവമി, എന്തായാലും നവമി ഒന്ന് തുടരണം. ഈ കൊച്ചിയിലെ ഗുണ്ടാവിളയാട്ടവും ലഹരി ഒഴുക്കും ഒക്കെ നമ്മൾ എപ്പോഴും സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ തന്നെയാണ്. എപ്പോഴും ന്യൂസ് 8 അതിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച വരുത്താറില്ല. പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യും. ഇപ്പൊ എന്തായാലും ഒരു ആശ്വാസമുള്ള 2 പേരെ പിടിച്ചിട്ടുണ്ട്, ഒരാളെ കൂടെ പിടിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇനി അത് ഏത് രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്യും എന്നുള്ളൊക്കെയുള്ള ചോദ്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായിട്ടും ആ വാർത്തയുടെ ഫോളോ അപ്പും നമുക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലായത്. നവമി ഒന്ന് തുടരണം. ഇന്ന് UDF നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. അപ്പൊ അതിന്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. പ്രത്യേക മൊബൈൽ ആപ്പുകൾ ഇതിനായി സജ്ജമാക്കണം. മാത്രമല്ല അതിൽ സൈറൺ അടക്കമുള്ള സംവിധാനങ്ങൾ വേണം. ഇത് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കണം എന്നാണ് മറ്റൊരു നിർദ്ദേശമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ആശുപത്രിയിൽ പലതരത്തിലുള്ള ആളുകൾ വന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം ആശുപത്രിയിൽ ശക്തമാക്കണം. ഒപ്പം ബ്രത്ത് അനലൈസർ പരിശോധന ആശുപത്രികൾ വേണം എന്ന നിർദ്ദേശമാണിപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ സ്വകാര്യ അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും നവമിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടതുള്ളത്. വാർത്ത UDF നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 2ാമത്തെ യോഗമാണ് ഇത്. തൃശൂർ അടക്കം 2 മണ്ഡലങ്ങളിലെ തോൽവി ചർച്ചയാകുകയാണ്.
നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ചയാകും. നവമി, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട യോഗശേഷം? അശ്വതി, ഇന്ന് രാവിലെ 10 മണിക്കാണ് കളമശ്ശേരിയിലെ ചക്കോളാസ് പവലിയനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. ഇത് പ്രധാനപ്പെട്ട ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു യോഗമാണ്. ഇതിൽ വരും തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ നേരിടാം, ഏത് വിധത്തിലൊക്കെ നമുക്ക് ജയം സ്വന്തമാക്കാം എന്ന തരത്തിലുള്ള ഒരു യോഗമാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക. അതോടൊപ്പം ഈ കാഫിർ വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുവാനും ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്നലെ രാത്രിയോട് തന്നെ എറണാകുളത്ത് എത്തിയിരുന്നു. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും അപ്രകാരമാണ്. കാഫിർ വിഷയത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ രീതികളിലേക്കോ അല്ലെങ്കിൽ കടുപ്പിച്ചിട്ടുള്ള നിലപാടുകളിലേക്കോ പോകാൻ തന്നെയാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ അതും ചർച്ചയാകും. ഒപ്പം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ഒരു സമര രീതികൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രതിഷേധം ശക്തമാക്കാം എന്നതും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ സംസ്ഥാന നേതാക്കൾക്കൊപ്പം ജില്ലാ ചെയർമാൻമാരും കൺവീനർമാരുമായിരിക്കും ഇന്ന് പ്രധാനമായും യോഗത്തിൽ പങ്കെടുക്കുക. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വരാനിരിക്കെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു യോഗവും ഒപ്പം തിരഞ്ഞെടുപ്പുകളുമാണ്. അതിലേതൊക്കെ രീതിയിൽ മികവുറ്റതാക്കാം, ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റ കനത്ത തിരിച്ചടികൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ മാറി നിയമസഭയും തദ്ദേശ തെരഞ്ഞെടുപ്പുമൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം പ്രവർത്തകരെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമായിരിക്കും ഇന്ന് രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ ചർച്ചയാവുക. മുതിർന്ന നേതാക്കളെല്ലാം, സംസ്ഥാന നേതാക്കളെല്ലാം എറണാകുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ദിവസത്തേക്കായിരിക്കും യോഗം നടക്കുക. അശ്വതി. യെസ് നവമി, താങ്ക് യു. അടുത്തത് മഴ മുന്നറിയിപ്പിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, സംസ്ഥാനത്ത് മഴ വ്യാപകമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രവചനങ്ങളിൽ പറയുന്നത്. ഓറഞ്ച് അലർട്ട് 3 ജില്ലകളിലാണ്, അതായത് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ്. കഴിഞ്ഞ ദിവസം ഇത് കോഴിക്കോടും കണ്ണൂരുമായിരുന്നു. അതിപ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് മാറുകയാണ്. എന്നാൽ പരക്കെ യെല്ലോ അലർട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതായത് സംസ്ഥാനത്ത് മഴ വ്യാപകമാകുന്നു എന്നാണ് ഈ വിവരങ്ങളിൽ നിന്ന് പറയുന്നത്. ഒപ്പം കർണാടകത്തിന് മുകളിൽ ചക്രവാത ചുഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു ന്യൂനമർദ്ദ പാർട്ടി കേരളത്തിന് മുകളിൽ ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ വരുന്ന ഒരാഴ്ച മഴ മുന്നറിയിപ്പ് ഉണ്ടാകാനുള്ള, മഴ തുടരാനുള്ള ഒരു സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മാസം 21 വരെ കേരള, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴ തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മഴ മുന്നറിയിപ്പ് ശ്രദ്ധിച്ച് എല്ലാം വേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കൊരു ഇടവേളയാണിനി. പാലിക്കാൻ തയ്യാറാകണം എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നൈറ്റ് പട്രോളിംഗ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആശുപത്രികൾ, ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത്തരത്തിൽ പോലീസിന്റെ ഒരു ഇടപെടലും കാര്യക്ഷമമായി ഉണ്ടാകും എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംഭവം മമതാ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ കേസിലെ പ്രതിയെ ഇപ്പോൾ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ CBI സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനായി ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ
ഈ പരിശോധനയ്ക്കായി ഉടൻ കൊൽക്കത്തയിൽ എത്തും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയനാക്കി കോടതിയിൽ അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ CBI ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതായാലും പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ കഴിഞ്ഞ 2 ദിവസവും ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ഏറ്റവും പ്രധാനമായി ചോദിച്ചറിയാൻ ശ്രമിച്ചത് ഈ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടർ ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റിലെ വീക്ക്ലി റോസ്റ്റർ വേണമെന്നൊരു ആവശ്യം CBI സംഘം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും CBIയുടെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വേദിയാവുകയാണ് കൊൽക്കത്തയിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. രാജ്യവ്യാപകമായ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിലായിരുന്നു ആശുപത്രികൾ സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും കൊൽക്കത്തയിൽ ഇന്നലെ രാത്രിയും പ്രതിഷേധം തുടരുകയാണുണ്ടായത്. മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരത്തിലായിരുന്നു. യുവാക്കളടക്കമുള്ളവർ അവർക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങി. അപ്പോൾ വലിയ പ്രതിഷേധം ഇപ്പോഴും കൊൽക്കത്തയിൽ തുടരുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതായത് ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 7 ദിവസത്തേക്ക് അവിടെ ആൾക്കൂട്ടങ്ങൾ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയുടെ 163 പ്രകാരമാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ബംഗാൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊൽക്കത്ത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല ഓരോ 2 മണിക്കൂർ നേരത്തെയും തലസ്ഥിതി റിപ്പോർട്ട് അവിടെ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ വാർത്തയിലേക്ക് എത്തുമ്പോൾ JMM വിടുമെന്ന സൂചന നൽകിയ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഡൽഹിയിൽ തുടരുകയാണ്. BJP നേതാക്കളുമായി ചമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം ചമ്പൈക്കൊപ്പം MLA-മാർ പാർട്ടി വിടുന്നത് ഒഴിവാക്കാനുള്ള നീക്കം മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആരംഭിച്ചിരിക്കുകയാണ്. രാകേഷ് ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ചമ്പൈ സോറന്റെ നീക്കങ്ങൾ നമ്മൾ എങ്ങനെ കാണണം ഈ അവസരത്തിൽ? അശ്വതി കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. ചമ്പൈ സോറൻ ഏതായാലും JMM വിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല, അത് ഉറപ്പായിരിക്കുന്നു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഒക്ടോബർ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുക വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ജാർഖണ്ഡ് ഏതായാലും വേദിയാവുകയാണ്. ചമ്പൈ സോറൻ നിലവിൽ ഡൽഹിയിലാണുള്ളത്. ഇന്ന് BJP നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. ഇന്നലെ ചമ്പൈ സോറൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കാം. മൂന്നാമതായി, നിലവിൽ ഈ വഴിയിൽ ആരെങ്കിലും ഒപ്പം കൂട്ടിയാൽ അവർക്കൊപ്പം സഞ്ചരിക്കാം. അതായത് BJPയെ അദ്ദേഹം തള്ളിപ്പറയുന്നില്ല, ഒരുപക്ഷെ BJPയിൽ ചേർന്നേക്കാം എന്ന സൂചന കൂടി ചമ്പൈ സോറൻ നൽകുകയാണ്. ഏതായാലും ഇത്തരമൊരു നീക്കം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പ്രത്യേകിച്ച് ജനുവരി അവസാനം 31-ാം തീയതിയാണ് ഇത്തരത്തിൽ ഹേമന്ത് സോറൻ കള്ളപ്പണക്കേസിൽ അറസ്റ്റിലാകുന്നതും രാജി പ്രഖ്യാപിക്കുന്നതും. അതിന് തൊട്ടു പിന്നാലെയാണ് ചമ്പൈ സോറൻ അപ്രതീക്ഷിത മുഖ്യമന്ത്രിയായി ആ പദവിയിലേക്ക് വരുന്നത്. കാരണം ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം ഹേമന്തിന്റെ ഭാഗത്ത് നടന്നെങ്കിൽ പോലും കുടുംബത്തിൽ നിന്ന് തന്നെ അന്ന് എതിർപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിക്കുകയും വിശ്വസ്തനായ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തത്. പക്ഷേ ഹേമന്ത് സോറൻ പിന്നീട് തിരിച്ചെത്തുമ്പോൾ ചമ്പൈ സോറൻ ഏതായാലും അതൃപ്തി പരസ്യമാക്കി പറയുകയാണ് ഈ ഘട്ടത്തിൽ. അതായത് ചമ്പൈ സോറൻ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അധികാരത്തിന് തനിക്ക് ആർത്തിയില്ല, പക്ഷേ നീക്കിയ രീതിയോട് വലിയ വിയോജിപ്പുണ്ട്, അത് ആത്മാഭിമാനത്തെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതാണ് നിലവിലുണ്ടായിരിക്കുന്ന JMM-ലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണവും. ഏതായാലും ഡൽഹിയിൽ തന്നെ തുടരുന്നുണ്ട് അദ്ദേഹം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഡൽഹിയിലെത്തി. BJP നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മാത്രവുമല്ല പല BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ചമ്പൈ സോറനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചമ്പൈ സോറൻ പോകുമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കൂടുതൽ MLA-മാർ ഒപ്പം പോകാതിരിക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ ഹേമന്ത് സോറൻ ആരംഭിച്ചിട്ടുണ്ട്. അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മാത്രവുമല്ല BJP ഇത്തരത്തിൽ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യ സഖ്യത്തെയും JMM-നെയും തെരഞ്ഞെടുപ്പ് കാലത്ത് പണം ഉപയോഗിച്ചുകൊണ്ട് പിളർത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹേമന്ത് സോറൻ ഈ ഘട്ടത്തിൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ചമ്പൈ സോറന്റെ നീക്കങ്ങളെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. രാകേഷ്, BJP ഇതിനെങ്ങനെയാണ് ഇതിനൊരു അവസരമായി കാണാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? നേരത്തെ തന്നെ പലരുമായി ചർച്ച നടത്തിയെന്ന സുവേന്ദു അധികാരിയുമായൊക്കെ ചമ്പൈ സോറൻ ചർച്ച നടത്തിയെന്ന വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. തീർച്ചയായും ബംഗാൾ വഴിയാണ് ചമ്പൈ സോറൻ ഡൽഹിയിലെത്തിയത്. പക്ഷേ സുവേന്ദു അധികാരിയുമായി ചർച്ച നടത്തിയെന്ന കാര്യം അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ
പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അദ്ദേഹം ഔദ്യോഗികമായി അത്തരമൊരു സാധ്യത തനിക്ക് മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ജയമോഹനൊപ്പം ഇല്ല എന്ന് തന്നെ അതിൽ നിന്ന് വായിച്ചെടുക്കാം. ഒപ്പം അദ്ദേഹം ട്വിറ്ററിൽ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഹേമന്ത് സോറനൊപ്പം ജെഎമ്മിൽ ഒത്തുപോകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു 3 ഓപ്ഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതിൽ BJP-യിൽ പോകില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അതിനുള്ള സാധ്യതകൾ അദ്ദേഹം തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമതായി അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യവും അത് തന്നെയാണ്. നിലവിലുള്ള വഴിയിൽ ആരെങ്കിലും ഒപ്പം കൂട്ടിയാൽ അവർക്കൊപ്പം സഞ്ചരിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരമൊരു നീക്കം അദ്ദേഹം നടത്തുമ്പോൾ BJP അതിനെ സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ഹേമന്ത് സോറനെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കി വാഴിച്ചപ്പോൾ ഒരു പാവ മുഖ്യമന്ത്രി എന്ന വിമർശനം BJP ഉന്നയിച്ചിരുന്നെങ്കിൽ സമീപകാലത്ത് BJP നേതാക്കളുടെ പ്രതികരണം എല്ലാം തന്നെ ചമ്പൈ സോറനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ 5 മാസക്കാലത്തെ ഭരണം അത് ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് വലിയ സന്തോഷം പകരുന്നതായിരുന്നു. 3.5 കോടി ജനങ്ങൾക്ക് വലിയ സന്തോഷം പകരുന്നതടക്കമുള്ള പ്രതികരണങ്ങളുമായി BJP സംസ്ഥാന അധ്യക്ഷൻ വരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ചമ്പൈ സോറനെ ഒപ്പം കൂട്ടുക എന്ന ലക്ഷ്യം ഏതായാലും ഈ ഘട്ടത്തിൽ BJP-ക്കുണ്ട്. പ്രത്യേകിച്ച് 5 വർഷം മുമ്പാണ് ജാർഖണ്ഡിൽ BJP-ക്ക് ഭരണം നഷ്ടമാകുന്നത്. രഘുബർ ദാസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും സിറ്റിംഗ് മുഖ്യമന്ത്രി പോലും അവിടെ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും 5 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുക എന്ന ലക്ഷ്യം ജാർഖണ്ഡിൽ BJP-ക്കുണ്ട്. അത് കണക്കൂട്ടിക്കൊണ്ട് തന്നെ ചമ്പൈ സോറനെയും ഒപ്പമുള്ളവരെയും കൂടെ കൂട്ടാനുള്ള ശ്രമത്തിൽ ആ നീക്കം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ BJP. അശ്വതി. രാകേഷ്, അതുപോലെ ജെഎംഎമ്മിൽ നിന്ന് ഒരു അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അത്തരമൊരു നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ചമ്പൈ സോറൻ നേരത്തെയും മന്ത്രി പദവിയിലുണ്ടായിരുന്നു. 2019 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഹേമന്ത് സോറന്റെ സർക്കാരിൽ പിന്നോക്ക ക്ഷേമ മന്ത്രിയായിരുന്നു ചമ്പൈ സോറൻ. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ അപ്രത്യക്ഷമായ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു. അതിനുശേഷം മാറ്റുന്ന ഘട്ടം വന്നപ്പോഴാണ് ചമ്പൈ സോറൻ ഹേമന്ത് സോറനുമായി തെറ്റുന്നത്. അതിന് അദ്ദേഹം പറയുന്ന വിശദീകരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ കക്ഷി യോഗം ചേർന്നുകൊണ്ട് ഹേമന്ത് സോറനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ പങ്കെടുക്കരുന്ന നിർദ്ദേശം തനിക്ക് ലഭിച്ചു. അത് ഒട്ടും ഉചിതമല്ലാത്ത നടപടിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്നടക്കമുള്ള പരാമർശത്തിലേക്ക് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും. ഇതുമായി കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഏതാണ്ട് 10 വർഷം മുമ്പ് ബീഹാറിൽ സമാനമായ സംഭവമാണ് ജിതൻ റാം മാഞ്ചിയുടെ കാര്യത്തിൽ ഉണ്ടായത്. അന്ന് BJP-യും JDU-യും സഖ്യമായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ച പിന്നാലെ JDU NDA സഖ്യം വിടുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും നിതീഷ് കുമാർ മാറി നിന്നുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയായി ജിതൻ റാം മാഞ്ചിയെ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ജിതൻ റാം മാഞ്ചി എന്ന് പറയുന്ന താരതമ്യേന ഒരു ശരാശരി അല്ലെങ്കിൽ വലിയ തലയെടുപ്പുള്ള നേതാവ് ഒന്നും ആയിരുന്നില്ല ബീഹാർ രാഷ്ട്രീയത്തിൽ. പക്ഷേ JDU-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റുമ്പോൾ അദ്ദേഹം പാർട്ടിയുമായി ഇടയുന്നു. തുടർന്ന് സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നു. അതുമായി അല്ലെങ്കിൽ ആ സംഭവമായി ഏതാണ്ട് കൂട്ടി വായിക്കപ്പെടാവുന്ന സംഭവമാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്യായ നീക്കം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. അത് പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ വ്യക്തമായി സൂചന നൽകിയിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ സ്വന്തമായി പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മറ്റേതെങ്കിലും കക്ഷികളുടെ ഒപ്പം യാത്ര തുടരുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക. അതായത് ഈ 3 ഓപ്ഷൻ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അദ്ദേഹം അത് തുറന്നു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് BJP ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണന്തു. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഒരുപാട് കമന്റ്സ് നമുക്ക് വരുന്നുണ്ട്. കൃഷ്ണേന്ദു ജയമോൻസ് പറയുന്നു എക്സലന്റ് ന്യൂസ് കാസ്റ്റ്, താങ്ക് യു. ഒപ്പം സോഫിയ അമ്മ ജോസഫ് പറയുന്നു സെന്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് എല്ലാം ഇഷ്ടം. എന്താണ് എർത്ത് ആൻഡ് സയൻസ് അല്ല ഇഷ്ടം, എർത്ത് സയൻസ് സ്റ്റഡീസ് ഒരുമിച്ചാണ്. ഓ ശരി, അങ്ങനെയാണെന്ന് പറയുന്നു. ഓക്കെ. ഒപ്പം അസീസ് സുബൈദ പറയുന്നു ഹായ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അസീസ്. സുശ്രുതൻ ഉഷ, നല്ല പേരല്ലേ, ഒരു വെറൈറ്റി പേര്. ഹായ് പറയുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഒപ്പം മുഹമ്മദ് അജ്നാസ് ഫഹായ് ഗുഡ് മോർണിംഗ് പറയുന്നു. VT രാജൻ, അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഗുഡ് മോർണിംഗ് ന്യൂസ് 18 എന്ന് പറയുന്നുണ്ട്. ഹായ്. മാമൻ സക്കറിയ
ഹായ്. അപ്പൊ എന്തായാലും എല്ലാവരും ഞങ്ങളൊപ്പം തുടരണം. നിരവധി വാർത്തകൾ ഇനിയും നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. വായിച്ചോളൂ കൃഷ്ണൻ. യെസ് അശ്വതി, നമുക്കറിയാം യുക്രൈൻ യുദ്ധം കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു. കലൂർ നായരങ്ങാടി സ്വദേശി 36 വയസ്സുള്ള സന്ദീപാണ് മരിച്ചത്. ആശുപത്രിയിൽ മൃതദേഹം റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും കലൂരിലെ വീട്ടിൽ വിവരം ലഭിച്ചു. അത്യന്തം ദുഃഖകരമായ വാർത്തയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. അതെ, സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം പ്രചരിച്ചതോടെയാണ് വിവരം നാട്ടിലറിയുന്നത്. എന്നാൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുമെന്നാണ് റഷ്യയിലെ മലയാളി സംഘടനകൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാൻ മിസ്സിംഗ് എന്നുള്ള രീതിയിൽ എംബസി വഴിയും നോർക്ക് വഴിയും നമ്മൾ അന്വേഷണം തുടങ്ങിയിരുന്നു. അതുവഴി എംബസിയിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചന്വേഷണം വന്നു. പക്ഷെ ഇപ്പം മരിച്ചു എന്നുള്ളത് കൺഫർമേഷനായി. അപ്പോൾ എംബസി ബോഡി കൊണ്ടുവരാനായിട്ട് നമ്മൾ കേന്ദ്രമന്ത്രിമാരായിട്ടും MP ആയിട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA ആയിട്ട് ബന്ധപ്പെട്ട് നോർക്ക് വഴി മുഖ്യമന്ത്രിയായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. സന്ദീപ് ഉൾപ്പെട്ട 12 അംഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘത്തിനു നേരെയായിരുന്നു ആക്രമണമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ശനി ഞായർ ദിവസങ്ങൾ എംബസി അവധിയായതിനാൽ അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റു 7 പേരും ജോലിക്കായി റഷ്യയിൽ പോയത്. മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചതായും പറയുന്നു. അതേസമയം റഷ്യൻ പൗരത്വം ലഭിക്കുന്നതിനായി സന്ദീപ് സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട്. ന്യൂസ് 18 തൃശൂർ. അതുപോലെ ലോകം ഇന്ന് വിസ്മയകരമായ ആകാശ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 11:56 ഫുൾ മൂൺ ദൃശ്യമാകും. നമുക്ക് ഷംനയുടെ ഒരു റിപ്പോർട്ട് കാണാം. ചന്ദ്രൻ ഭ്രമണപഥത്തിൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ബിന്ദുവിനെ പെരീജി എന്നാണ് വിളിക്കുന്നത്. പെരീജിയിൽ പൂർണ്ണചന്ദ്രനാവുമ്പോഴാണ് അതൊരു സൂപ്പർ മൂണായി മാറുന്നത്. ഈ വർഷം വരാനിരിക്കുന്ന 4 സൂപ്പർ മൂണുകളിൽ ആദ്യത്തേതാണ് ഇന്ന് തെളിയുക. സെപ്റ്റംബറിലും ഒക്ടോബറിലും സൂപ്പർ മൂണുകൾ ഇനി വരാനുണ്ട്. പക്ഷേ ഇന്നത്തെ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ കൂടി ആയിരിക്കുമെന്നാണ് നാസ അറിയിക്കുന്നത്. ബ്ലൂ മൂൺ അപൂർവമായി മാത്രം കാണുന്ന പ്രതിഭാസമല്ല. വർഷത്തിൽ 2-3 തവണ ബ്ലൂ മൂൺ കാണപ്പെടും. 4 പൂർണ്ണ ചന്ദ്രനെ കാണുന്ന ഒരു സീസണിലെ 3ാമത്തെ ഫുൾ മൂണിനെയാണ് സാധാരണയായി ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ബ്ലൂ മൂണിന് നീല നിറവുമായി ബന്ധമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഫുൾ മൂണാണ് ഇന്ന് ദൃശ്യമാവുക. സൂപ്പർ മൂണിനൊപ്പം ബ്ലൂ മൂൺ എത്തുന്നത് അപൂർവ പ്രതിഭാസമാണ്. 2020 ഒക്ടോബർ, 2021 ഓഗസ്റ്റ്, ഇനി ഇതിനു ശേഷം അടുത്ത സീസണിൽ ബ്ലൂ മൂൺ 2027 മെയ് മാസത്തിലാവും ദൃശ്യമാവുക. വീടിന്റെ ടെറസിൽ നിന്നോ മുറ്റത്ത് നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കാണാൻ കഴിയും. ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അരികിലേക്ക് എത്തുന്നതിനാൽ തന്നെ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പൂർണ്ണതയോടെ കാണാൻ കഴിയും. 30% വെളിച്ചവും 14% അധികം വലുപ്പവും ഇന്ന് ചന്ദ്രനുണ്ടാകും. സൂപ്പർ മൂൺ ലോകമെമ്പാടും ദൃശ്യമാകും. ഇന്ത്യൻ സമയം രാത്രി 11:56 ദൃശ്യമാവുക. ഈ ആകാശ കാഴ്ച 3 ദിവസം തുടരും. അതാണ് ഇപ്പൊ ഷംന പറഞ്ഞതുപോലെ ബ്ലൂ മൂൺ അത് നല്ല ഗംഭീര കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കാണണം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ നിങ്ങൾക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് 11:56 എല്ലാവരും 3 ദിവസത്തേക്കുണ്ട്. സമാധാനം ഉണ്ടെങ്കിലും ആദ്യം കാണുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നമുക്ക് സ്കൂളിലൊക്കെ പോയിട്ട് എല്ലാവരോടും സംസാരിക്കാമല്ലോ. ഞാൻ കണ്ടു കുഞ്ഞിനെ വിളിച്ചോണ്ടിരുത്തി. തീർച്ചയായിട്ടും അത് അവനെ കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ കാണിക്കാം. അപ്പോൾ കൃഷ്ണൻ, നമ്മൾ ഇനി പോകുന്ന ഒരു രസകരമായിട്ടുള്ളൊരു വാർത്തയിലേക്കാണ് കേട്ടോ. പേരുകൊണ്ട് ശ്രദ്ധ നേടിയ ഒരാൾ വ്യത്യസ്തനായിരിക്കുകയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ 4000 എന്നാണ് പേര്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക എന്നൊക്കെയാണ്. പേരിനോട് നീതി പുലർത്തിക്കൊണ്ട് ഫോൺ നമ്പറുകൾ മനപാഠമാക്കുകയാണ് ഈ തോട്ടം തൊഴിലാളി. പ്രധാന ഫോൺ നമ്പറുകളെല്ലാം 4000-ന് മനപാഠമാണ്. തിരുനെൽവേലി സ്വദേശികളായ B4000-ന്റെ മാതാപിതാക്കൾ 1960-കളിലാണ് തോട്ടം മേഖലയിലെ ജോലിക്കായി ഏലപ്പാറയിലെത്തിയത്. മകൻ ജനിച്ചപ്പോൾ നാട്ടിലെ ക്ഷേത്രത്തിലെ മൂർത്തിയായ 4000തമ്മനോടുള്ള ബഹുമാനാർത്ഥം മകന് 4000 എന്ന് പേര് നൽകി. പേരിനോട് നീതി പുലർത്തുന്നതാണ് 4000-ന്റെ ഓർമ്മശക്തി. 20 മന്ത്രിമാർ LDF-ല്, പിന്നെ ഞാൻ പണിയെടുക്കുന്ന എസ്റ്റേറ്റിലെ പണിക്കാരുടെ നമ്പർ, സർക്കാർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷി ആശുപത്രി നമ്പർ,
അങ്ങനെ എല്ലാ നമ്പറൊക്കെ ഇപ്പോൾ 400 നമ്പറിനധികം മനപ്പാടാക്കിയിട്ടുണ്ട്. ഇനി നമ്പർ കിട്ടുവാണെങ്കിൽ ഇനി ഇതുപോലെ നമ്പർ നമുക്ക് മനപ്പാടാക്കാൻ കഴിയും. നിശ്ചയമായിട്ട് ജോലി ചെയ്യുന്നത് 100 150 100-നധികം 100 നമ്പറായിരുന്നു, പിന്നെ 125 150, പിന്നെ 200-നധികം 250, പിന്നെ 300 350, ഇപ്പോൾ 415 നമ്പർ അടുത്തോളമായി. KN ബാലഗോപാൽ ധനമന്ത്രി 94 46 545 577. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി മന്ത്രി 98 46 660 986. റോഷി കൃഷ്ണൻ വാട്ടർ റിസോഴ്സസ് 94 47 021 314. സാജി സെരിയാൻ ഫിഷറീസ് മിനിസ്റ്റർ 94 47 069 379. ഒരു ഫോൺ നമ്പർ ആദ്യ കേൾവിയിൽ തന്നെ മനഃപ്പാടമാക്കും, പിന്നീട് എഴുതി സൂക്ഷിക്കും. പ്രധാന സർക്കാർ ഓഫീസുകളുടെയും മന്ത്രിമാരുടെയും എല്ലാം നമ്പറുകൾ കാണാതെ അറിയാം. സുഹൃത്തുക്കളുടെയും നമ്പറുകൾ മനഃപ്പാടമാണ്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള 4000 പേര് കൊണ്ടും ഓർമ്മശക്തി കൊണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്. ന്യൂസ് 18 ഇടുക്കി. 4000 ഒരു ഗംഭീര കക്ഷി തന്നെ അല്ലേ? നമുക്ക് ഈ ഫോൺ വന്നതിന് ശേഷം, പണ്ട് നമ്മൾ ലാൻഡ് ലൈൻ ആയിരുന്ന സമയത്ത് കുറച്ച് നമ്പറെങ്കിലും ഓർത്ത് വെക്കായിരുന്നു. ഇപ്പൊ ഫോൺ വന്നതിന് ശേഷം നമ്മൾ ഈ പേരില് ഡയൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്പർ ആരുടെ അറിയത്തില്ല, സ്വന്തം നമ്പർ മാത്രമേ. അതുപോലെ അശ്വതി, വെറൈറ്റി പേരുകളുള്ള വേറെ ആരെങ്കിലും ഒക്കെ അറിയാമോ? ഇല്ല. 4000 എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പേര് തന്നെയാണ്. അപ്പൊ എനിക്ക് പഹല, ദൂസര, തീസര എന്ന് പറയുന്ന 3 പേര് അറിയാം. എനിക്ക് പഹലയാണ് അറിയാവുന്നത്. സഹോദരങ്ങളാണ്. സഹോദരങ്ങളാണ്. അവർക്ക് അങ്ങനെ പഹല എന്ന് പറയുന്ന ആദ്യത്തെ പുത്രൻ. അല്ല, ഞാൻ ചോദിച്ചാൽ അവർ മലയാളി ഹിന്ദിക്കാരാണ്. പഹല ഹിന്ദിയിൽ മീൻസ് ഫസ്റ്റ്, ദൂസര സെക്കൻഡ്, തീസര തേർഡ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ പുള്ളി അധികം ബുദ്ധിമുട്ടിയൊന്നുമില്ല അച്ഛൻ, പെട്ടെന്ന് അങ്ങനെ തന്നെ പേരിട്ട് പോയി എന്നുള്ളതാണ്. ഈ പഹല ദൂസര ആൺകുട്ടികളാണ് പെൺകുട്ടികൾ? പഹലയും ദൂസരയും ആൺകുട്ടികളും, തീസര പെൺകുട്ടി. എനിക്കൊന്നും അത് തീസരി ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് കൊള്ളാം, ഗംഭീരമാണ്. അപ്പോൾ 4000-ന് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്. ഇനി ഒരുപാട് നമ്പറുകൾ പഠിച്ചെടുക്കാൻ കഴിയട്ടെ, മനസ്സിൽ നിൽക്കട്ടെ എന്നുള്ളതാണ്. നമ്മൾ ഇനി ഒരു വാർത്തയിലേക്ക് പോകുന്നത്, ഭിന്നശേഷിക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിടിലൻ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ. ഇന്ത്യൻ ഇതിഹാസം IM വിജയൻ നയിച്ച രാജ്യാന്തര താരങ്ങൾ ഉൾപ്പെട്ട സംഘത്തെ 5-5 എന്ന സ്കോറിൽ സമനിലയിൽ തളച്ചാണ് അവർ കോർട്ടിൽ ആവേശത്തുടക്കമിട്ടത്. മാജിക് സിറ്റി FC എന്നാണ് ടീമിന്റെ പേര്. ഒരു രസികൻ ഫുട്ബോൾ മത്സരം നടന്നു. അത് ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു. IM വിജയൻ ടീമും മാജിക് സിറ്റി ടീമും 5-5. അത് നമ്മുടെ VP ചായച്ചേട്ടനൊക്കെ ഇങ്ങനെ തളർന്ന് ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരോട് കളിച്ചിട്ട്? അല്ല, തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. എന്നുവെച്ചാല് കുറച്ചുകൂടി ഇത്രയും നന്നായിട്ട് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്നതും, ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയതും, ആ ഗ്രൗണ്ടിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് അവരുടെ സ്വപ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ടൂർണമെന്റുകളിൽ മെഡലുകളും ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കാൻ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ഒരു കളിയും കൂടി വെച്ചത്. തീർച്ചയായിട്ടും ഹാപ്പിയായിരുന്നു, വളരെ സന്തോഷം. വിജയേട്ടാ, ഇത് വിജയേട്ടന്റെ പേരക്കുട്ടിയാട്ടോ. ഇത് 30ാമത്തെ വിവാഹ വാർഷിക ദിനമാണ് IM വിജയന്. അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? ഭയങ്കര രസം. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം നമ്മള് നല്ല ഇവരായിട്ട് കളിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, നല്ലൊരു ഫീലുണ്ട്, നല്ല കോൺഫിഡൻസ്. പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട് അവര്. അതൊക്കെ നമ്മുടെ ചേട്ടൻ്റെ മിടുക്കാണ്. ഡിഫറെന്റ് ഏബിൾഡ് എന്നുള്ളൊരു വ്യത്യാസം തോന്നിയോ കളിച്ചപ്പോൾ എപ്പോഴെങ്കിലും? ഇല്ല, അതൊരിക്കലും ഇല്ല. അവരെ കളിയാണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓരോ ഷോട്ട് എടുത്ത് ഇടുമ്പോൾ എന്താ പറയാ, അവരെ കളിയാണ്ട് തന്നെ നമുക്കറിയാം. അതിലൊരു കാരണം ചേട്ടനെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കുക, അവരുടെ ഒരു മെഡല് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിൽ പോവുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ടീമിൽ കയറി പോവുക, അറ്റ്ലീസ്റ്റ് ഒരു KPL ഒരാളെ ഇന്ന് കളിക്കാന്ന് പറഞ്ഞാൽ അതിലൊരു സന്തോഷമുണ്ട്. വന്നു കഴിഞ്ഞാൽ പ്രൗഡാണ്. നമുക്കും ചേട്ടനാണ് ഏറ്റവും വലിയ പ്രൗഡ്. തീർച്ചയായിട്ടും. ആസിഫ് സഹീർ, ആസിഫ് ഇങ്ങനെ പഴയ തീ പറന്ന നീക്കങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്ന് ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി നൽകിയ മുതുകാട് സാറിനും അതുപോലെ എല്ലാവർക്കും, വിജയേട്ടനും എല്ലാവരോടും ഞാൻ നന്ദി പറയണം. കാരണം ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കളി കണ്ടപ്പോൾ മനസ്സിലായി എന്തൊരു ആക്റ്റീവായിട്ട് കളിക്കുന്ന അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയും കൂടി എല്ലാം കൊണ്ടൊരു പ്രചോദനമാകുന്ന ഒരു കളിയായി. പിന്നെ ഇതാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു, നമ്മളാൽ ഫുട്ബോളേഴ്സിന് ഏറ്റവും കൊടുക്കുന്ന ഗിഫ്റ്റ്. പ്രചോദനമാണ്. ഇവർക്ക് പ്രചോദനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്റർനാഷണൽ സുരേഷേട്ടൻ എനിക്ക് എപ്പോ കണ്ടാലും കിലുക്കത്തിലെ വില്ലന്റെ ഓർമ്മ വരും. ഇല്ലേ, കിലുക്കത്തില് ഓർക്കണം. ശരത് സക്സേന അല്ലേ, നമ്മുടെ ജഗതി മറ്റേ കട്ടിലേക്ക് കിടന്നിട്ട് ജഗട
ആ ഒരു ലുക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? കൽക്കട്ട കളിച്ചോണ്ട് കുറച്ച് ഹിന്ദി അറിയാം, അതുകൊണ്ടാണ് ഈ ഓക്കെ. ഈ പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നായിരുന്നല്ലോ. ഇല്ല, നമ്മള് വന്ന് കളിച്ചു, ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം. എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. നമുക്കൊക്കെ ദൈവം തന്ന ഒരു വരദാനാണല്ലോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് വരാൻ പറ്റി. ഇനി വിജയേട്ടനോടും പിന്നെ മുതുകാട് സാറിനോടും നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചതിനാണ്. നെൽസൺ ഭായ് എങ്ങനെയുണ്ടായിരുന്നു? ചക്കുട് നിനക്ക് വേണോ? നമ്മൾ പല മാച്ചുകളും പല സ്ഥലത്തും കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. നമ്മുടെ എല്ലാവർക്കും മനസ്സിനൊരു എന്താ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടിയ എനർജി കിട്ടിയ പോലെ. ഇങ്ങനെ അതുപോലെ സുരേഷ് പറഞ്ഞ ഇങ്ങനെ ഒരു മാച്ച് സംഘടിപ്പിച്ച എല്ലാവർക്കും നമ്മുടെ നന്ദി. അല്ലേ, താങ്ക് യു. അപ്പൊ നൗഷാദ് ഭായ് ഒന്നും പറയാതിരിക്കില്ലേ? എനിക്ക് അതേപോലെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു മാച്ച് കളിക്കാൻ കഴിഞ്ഞാൽ. ഒരു നല്ലൊരു അനുഭവമാണ് എന്തായാലും. അപ്പോൾ ഈ മാച്ചിനെ തന്നെ ക്ഷണിച്ച വിജയേട്ടനും ബാക്കിയുള്ള എല്ലാ ടീമിലും ഷാജേട്ടനും ആസിഫ്, സുരേഷ്, അതുപോലെ നെൽസൺ, എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ ഇതിൽ ഉൾപ്പെടുത്തിന് ഈ മാച്ച് ഒരുപാട് സന്തോഷം. ഹാപ്പി അല്ലേ? ഹാപ്പി, ഒരുപാട് ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ അതാണ് ഇവരുടെ എനർജി, ഇവരുടെ സൗഹൃദ കൂട്ടായ്മ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സംഘമാണ്. അതായത് ഈ ഇതുപോലെ വേദികളിൽ ഇവരെല്ലാവരും ഒത്തുചേരും. അതൊരു സൗഹൃദത്തിന്റെ വല്ലാത്തൊരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതിൽ പലപ്പോഴും ഞാൻ പങ്കുചേരാറുണ്ട്. അത് എന്റെ സന്തോഷം കൂടിയാണ്. അല്ലോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയാറുണ്ട് അത് ഫുട്ബോളേഴ്സിന് അങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡാണ്. അല്ലടാ ഷാജി? മറ്റുള്ള ഒരു ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാരണം ഇവന്റെ ഒരു കുറ്റം പറയല്ല, അവരിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സൗഹൃദമല്ല, കൂട്ടായ്മ. അത് ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് എല്ലാവരും. നമ്മൾ എവിടെയും കളിയില്ലെന്ന് നിനക്കറിയാം, എവിടെയും കളിയിൽ നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാവും. അത് വിളിച്ചാൽ നമ്മുടെ കൂടെ വരാൻ അത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവരോട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇവര് ഒറ്റയ്ക്കല്ലാട്ടോ, ഇവരുടെ ഫാമിലി വൈസ് ആണ് ഇവിടെ വരിക. അതാണ് എല്ലാവരും ഭയങ്കര ഒരു സർക്കിളാണ്. എന്നാൽ ഈ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. മാജിക് സിറ്റി ടീമിന് വേണ്ടി അവർ ഗോൾ അടിച്ച് 5 ഗോൾ, അങ്ങനെ മനോഹരമായ കളിയായിരുന്നു. സോ വൈൻഡപ്പ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം വെല്ലപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. അതാണ്. അപ്പൊ എന്തായാലും വലിയ സന്തോഷത്തിലാണ്. ഈ അഭിനയശേഷിക്കാരാണ് അവരെന്ന് തോന്നിയത് പോലും ഇല്ല കളി കണ്ടപ്പോ എന്നാണ് എം വിജയൻ പറഞ്ഞത്. അവർക്കതൊരു വലിയ അവാർഡ് പോലെയാണ് അല്ലെ. നമുക്കിനി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാകാൻ ചലഞ്ചുമായി ഒരു സലൂൺ. കോഴിക്കോട് മുക്കത്തെ മോഡി സലൂണാണ് ഒരു ദിവസത്തെ വരുമാനം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ചലഞ്ച് നടത്തി പണം കണ്ടെത്തുകയാണ് മുക്കത്തെ മോഡി സലൂൺ ഉടമ അർഷാദും സഹപ്രവർത്തകരും. അവധി ദിവസമായ ഞായറാഴ്ച സലൂൺ തുറന്നു പ്രവർത്തിച്ച് ഒരു ദിവസം കിട്ടിയ മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സാധാരണ വാങ്ങുന്ന ചാർജിന് പുറമെ ആളുകൾ കൂടുതലായി നൽകുന്ന പണവും ചേർത്താണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ പേരിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ സഹപ്രവർത്തകർ, എൻ്റെ സ്റ്റാഫും എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ്. അവർക്ക് അവരുടെ വരുമാനം അവർക്ക് വേണ്ട, എല്ലാം ഇവിടെ എത്ര ക്യാഷ് കിട്ടുന്നോ അതെല്ലാം വയനാട്ടിനായിട്ട് കൊടുക്കാനുള്ള ഇതിനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഖാദർ, സുൽഫി എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ഉദ്യമം. അർഷാദിന്റെയും ജീവനക്കാരുടെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് സലൂണിലെത്തിയവരും പറഞ്ഞു. ഇത് വളരെ നല്ലൊരു പൊതു പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സഹായം എന്നുള്ളതിലാണ്. ഇതൊക്കെ ഒരു എല്ലാവരും ഒന്ന് മാതൃകയാക്കിയിട്ട് ഈ മേഖലയിലേക്ക് വരണം എന്നാണ് അഭിപ്രായം. നേരത്തെ കേരള ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ഒരു ദിവസത്തെ വേതനം വയനാടിനായി നൽകിയതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള ചലഞ്ച് കൂടി സംഘടിപ്പിച്ചത്. ന്യൂസ് 18 മുക്കം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചലഞ്ചുകളൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ വാർത്തകൾ കാണുമ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് പ്രചോദനമായി അവരും വയനാടിനൊപ്പം. ഇനിയും അതുപോലൊരു വാർത്തയാണ് നമുക്ക്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ സ്കൂളിന് സഹായവുമായി കട്ടപ്പന ഓസാനാം ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ച് വെള്ളാർമല ഗവൺമെന്റ് സ്കൂളിന് പുനരുദ്ധാരണ ഫണ്ട് കണ്ടെത്തുകയാണ് വിദ്യാർത്ഥികൾ. ഉരുളെടുത്ത വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സഹായഹസ്തവുമായി കട്ടപ്പന ഒസാനാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ട് കണ്ടെത്തുന്നതിനാണ് വിദ്യാർത്ഥികൾ കപ്പയും മുളക് ചലഞ്ച് സംഘടിപ്പിച്ചത്. പാത്രങ്ങളിലാക്കിയ കപ്പയും കാന്താരിയും കട്ടപ്പന നഗരവീഥികളിലൂടെ വിദ്യാർത്ഥികൾ തന്നെയാണ് വിതരണം ചെയ്തത്. വയനാട് സ്കൂളിന് കൈത്താങ്ങ് എന്ന് രേഖപ്പെടുത്തിയ പെട്ടികളിലാണ് കപ്പയും ചമ്മന്തിയും വിതരണം ചെയ്തത്. ഒസാനാം സ്കൂളിന് കഴിയുന്നു എന്നുള്ളത് അവിടെ സഹായകമായി നിലപാട് സ്വീകരിക്കുന്നതിന് അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന സ്കൂള് അതിന് പകരമായി അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തികൾക്ക് സഹായകമാക്കത്തക്ക വിധത്തിൽ ഒരു ഫണ്ട് കളക്ഷൻ നടത്താൻ ഞങ്ങൾ തിരുവിലിറങ്ങി
എല്ലാവരെയും കാണുന്നു. ഞാൻ ശ്രദ്ധിച്ചു. കപ്പയും കാന്താരിമുളകും കടകളിൽ എത്തിച്ച് അവിടുന്ന് ലഭ്യമാകുന്ന തുക ശേഖരിച്ച് ഇതിലേക്ക് വേണ്ടി നൽകുന്ന നൂതനമായ ഒരു നല്ല ആശയത്തിലൂടെ ഒരു ജനസമ്പർക്ക പദ്ധതിക്കാണ് ഞങ്ങൾ രൂപം നൽകിയിട്ടുള്ളത്. എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കട്ടെ. അധ്യാപകരും വിദ്യാർത്ഥികളുടെ ഉദ്യമത്തിൽ പങ്കാളികളായി. വിദ്യാർത്ഥികളിൽ സേവന സന്നദ്ധതയും സാമൂഹ്യ അവബോധവും വളർത്താൻ ഈ പ്രവർത്തനങ്ങൾ ഉപകരിക്കും എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. ചെങ്കുത്തായ മലനിരകൾ ഇടിച്ചു നിരത്തിയുള്ള റോഡ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. ഇടുക്കി നെടുങ്കണ്ടം കല്ലാർപ്പുഴയോട് ചേർന്നുള്ള റോഡ് പുനർനിർമ്മാണത്തിലാണ് ഈ ആശങ്ക. മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനം എന്നാണ് വിമർശനം. നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതയുടെ കല്ലാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതത്വമില്ലെന്നാണ് പരാതി. പുഴയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്ന പാതയോട് ചേർന്ന് മുമ്പ് പലതവണ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ വീതി വർദ്ധിപ്പിച്ചതോടെ റോഡരികിൽ നിന്നും കുത്തനെ കൂടുതൽ മണ്ണെടുത്തു. ഇതോടെ മുകൾ ഭാഗത്തു നിന്നും മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും വർദ്ധിച്ചു. ആഴ്ചകൾക്കിടെ പെയ്ത മഴയിൽ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പല ഭാഗത്തും മണ്ണ് അപകടകരമാം വിധം വിണ്ടു നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാവും. റോഡിന്റെ പണിക്ക് അവര് നേരെ കുത്തനെ എടുത്തു, ഇച്ചിരി ചായച്ചെടുക്കേണ്ടതിന് നേരെ കുത്തനെ എടുത്തു. ഇതിപ്പം ഇടിഞ്ഞോണ്ടിരിക്കുക, ഇനിയും അവിടെ എവിടെയൊക്കെ വിണ്ടിരിക്കുക. ഇനി ഇത് താഴെ പോകാറായിട്ടുണ്ട്. ഈ പ്ലാവ് പോയാൽ കുറെ മൊത്തം മേളിൽ നിന്ന് പോരും. നമ്മൾ അവരോട് പറയല്ലാതെ നമ്മളെന്താ ചെയ്യുന്നത്? അവരോട് പറയുമ്പോൾ അവർ കെട്ടിത്തരാമെന്ന് പറയും, അല്ലാതെ വേറൊന്നും അവർ പറയുന്നില്ല. ശരിയാക്കി തരാമെന്ന്. ഏത് സമയത്ത് വല്ലവരുടെയും തലയിൽ ഇടിഞ്ഞു വീഴുമെന്ന് പോലും അറിയത്തില്ല. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അടക്കം ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഹൈറേഞ്ചിലെ പ്രധാന പാതയാണിത്. എപ്പോഴും വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ മണ്ണിടിച്ചിലുണ്ടായാൽ അത് വൻ ദുരന്തത്തിന് ഇടയാക്കും. ഗ്യാപ് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ പതിവാകുമ്പോഴാണ് ഇതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് റോഡ് നിർമ്മാണം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താലയിൽ ആവിഷ്കരിക്കുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ലോഗോ പ്രകാശനം മമ്മൂട്ടി നിർവഹിച്ചു. സിനിമാ കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്യാൻസർ, വൃക്ക, കരൾ, ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മന്ത്രി MP രാജേഷ്, അൻപോടെ തൃത്താല പ്രസിഡന്റ് ഡോക്ടർ E സുഷമ, TP മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ ലോഗോ പ്രകാശനത്തിൽ പങ്കെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ ചെമ്പ്രമലയിലെ ആശങ്ക അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് വലിയ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അവിടെ ഇപ്പോഴും ആളുകൾ അവിടെ തന്നെ കഴിയുന്നു എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. കൃഷ്ണന്തു 200-ലധികം കുടുംബങ്ങളെ ഇത് ബാധിക്കുമെന്ന് പറയുമ്പോൾ വലിയ ഭീതി അവിടെയുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു വിള്ളൽ കാണുകയും നിങ്ങൾ ക്യാമ്പിലേക്ക് മാറണമെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സ് വരാത്ത അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ലാത്ത നിരവധി കുടുംബങ്ങളുമുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നമുക്ക് ഇനി ഒരു ദുരന്തം കൂടി താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനം, അധികാരികൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഇത് വെക്കുകയാണ്. അവിടെ എന്താണ് വേണ്ടതെന്നുള്ള നടപടിക്രമങ്ങൾ കൂടി അവിടെ സ്വീകരിക്കട്ടെ. അതെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ റിപ്പോർട്ടോടെ നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയുടെ തുടക്കം തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. ചെമ്പ്രമലയിലെ സ്വകാര്യ ടീ എസ്റ്റേറ്റിലാണ് ായിരിക്കുന്നത്. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ പ്രദേശം വിണ്ടുകീറി വെള്ളമൊഴുകുന്നുണ്ട്. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസങ്ങളിലാണ് ചെമ്പ്രമലയിലും വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായത്. മലയടിവാരത്ത് 216 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. കടുത്ത ഭീഷണി നേരിടുന്ന കുറച്ചു കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്.
മഴ ശക്തമായാൽ ഉരുൾപൊട്ടലുണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലം വരുന്ന സമയത്ത് ഞങ്ങളൊരു വളരെയധികം ഭീതിയിലാണ് ഇവിടെ താമസിക്കുന്ന ഏകദേശം ഒരു 216-217 കുടുംബങ്ങൾ താമസിക്കുന്നത്. മഴക്കാലം വന്നിട്ട് എങ്ങോട്ട് എന്നുള്ളൊരു ഭീതി ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ താമസിക്കുന്ന 216 കുടുംബങ്ങൾ ക്യാമ്പിൽ നിന്ന് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒപ്പുശേഖരണം നടത്തി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദമായൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവരിവിടെ ജനവാസയോഗ്യമാണോ എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 22 പിന്നെ കാട് 22 ഇവര് മേലെ 22. ഞങ്ങളെ ഇവരെ അവിടുന്ന് വന്നാൽ ഞങ്ങൾ അവിടേക്കാണ് ആ വെള്ളം എല്ലാം വരിക. പിന്നെ ഞങ്ങൾ ആ ഭാഗം കുറച്ച് ഇടിഞ്ഞു പോലെ നിൽക്കുന്നുണ്ട്. ആ കുണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റൂല. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ക്യാമ്പിലല്ല, ഞങ്ങളെ എൻ്റെ മോളെ വീട്ടിൽ ഞങ്ങൾ പോയി താമസിച്ചത്. ഇന്നലെയാണ് ഇങ്ങോട്ട് പണിക്ക് വരാൻ പറഞ്ഞിട്ട് പണിക്ക് വന്നതാണ്. ഞങ്ങളെങ്ങനെ അവിടെ താമസിക്കുക, ഇവരും അതേപോലെ തന്നെ. ഇവരെ മോൻ്റെ ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞു പോയിക്കണേ. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പ്രമലയിൽ 1962 വൻ ഉരുൾപൊട്ടലിൽ 4 എസ്റ്റേറ്റ് ലയങ്ങളാണ് മണ്ണിനടിയിലായി പോയത്. നിരവധി പേരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടിയിരുന്നില്ല. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയടിവാരത്ത് ജനസാന്ദ്രത വർദ്ധിച്ചിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ വരുന്ന പ്രദേശമാണ് ഇതും. സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്ന് മണ്ണിടിഞ്ഞു താഴുന്ന കുന്നമംഗലം വയൽ ചെമ്പ്രമലയടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടു മുകളിലുള്ള പ്രദേശത്താണ് വലിയ തോതിൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളാരെയും ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പ്രകൃതിയുടെ ചില മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കരുത്. 1962 ചെമ്പ്ര ദുരന്തം മറക്കരുത്. കാരണം അന്ന് നിരവധി ജീവനുകൾ പൊലിഞ്ഞതാണ്. നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ ഒരു കാരണവശാലും ഇതിനു നേരെ കണ്ണടക്കരുത്. വയനാട്ടിലെ ചെമ്പ്രമലയിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18.